ഞാൻ ഈ ജിതയുടെ സാക്ഷ്യം പറഞ്ഞതിൽ ജിത പറയണത് അവൾ ഉടമ്പടി എടുത്തതിന് ശേഷം കുട്ടി കുറേ സാക്ഷ്യം പറയുന്നുണ്ട്. അതായത് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അതാണ് ഒരു സാക്ഷ്യം, ഒരു വാക്ക്. അത് ഹൃദ്യമാണ്. നമ്മൾ ആ വിഷയത്തിലേക്ക് വരാം. അവളുടെ വിഷയം എന്താണെന്ന് ഞാൻ പറയാം. അവൾ പറയുന്ന അനുഭവങ്ങൾ, ദൈവാനുഭവങ്ങളെ, ഒരു ഉടമ്പടി എടുക്കുന്ന ദൈവപൈതലിൻ്റെ ദൈവാനുഭവങ്ങൾ അവളുടെ വാക്കിൽ നിന്ന് വരണതാണ്. എന്താ പറയണത്? ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ലെന്ന്, വേറെ ഒന്നിനിട്ടും നോക്കേണ്ടി വന്നിട്ടില്ല എന്ന്. പിന്നെ രണ്ടാമത് അവൾ പറഞ്ഞ വാക്യം, ഞാൻ എൻ്റെ മാതാവിനെ കൂടെ കൊണ്ട് നടക്കുന്നുണ്ട്. എന്താണ്? ഉടമ്പടി കാശുരൂപം. പല ആൾക്കാരും കാശുരൂപം പോയെന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. ഞാനെല്ലാം രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഉടമ്പടി കാശുരൂപം ആര് പോയെന്നും പറഞ്ഞ് വന്നാലും ചിലപ്പോൾ അവരുടെ മക്കൾക്കൊക്കെ കൊടുത്തതായിരിക്കും. പക്ഷേ അങ്ങനെ കൊടുക്കാൻ പാടില്ല. ഉടമ്പടി നീയും ദൈവവും തമ്മിൽ ചെയ്യുമ്പോൾ നിനക്ക് തരണ ജ്ഞാപകമാണത്. അത് കൈമാറ്റമല്ല, അത് കാശുരൂപമല്ല ശരിക്കും. ഇപ്പോൾ ബുദ്ധിയും ബോധവും ഇല്ലാത്ത ചില അമ്മമാർ മക്കൾക്ക് പോകുമ്പോൾ കൊടുത്തു വിടും ഉറപ്പില്ല. അങ്ങനെ കൊടുക്കാൻ പാടില്ല. അതിന് വേറെ കാശുരൂപമുണ്ട്. നിങ്ങൾ പറഞ്ഞാൽ തീർച്ചയായിട്ടും അച്ഛൻ തരും. യാത്രയ്ക്കുള്ള കാശുരൂപം, ജോലിക്കുള്ള കാശുരൂപം, അങ്ങനെ പറഞ്ഞാൽ ആ വിഷയം കർത്താവിൻ്റെ തിരുസന്നിധി സമർപ്പിച്ച് വെഞ്ചരിച്ച് ആ കാശുരൂപം തരും. അപ്പോൾ നമ്മൾ ഉടമ്പടി എടുത്തതിൻ്റെ ഒരു പട്ടയം പോലെ കിട്ടണതാണ് നമ്മുടെ കയ്യിരിക്കുന്ന ഉടമ്പടി കാശുരൂപം. അത് നിങ്ങൾ മിസ് ചെയ്യാതിരിക്കാൻ നോക്കണം. അത് നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടാണ്. അപ്പോൾ ജിത പറയണത്, ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ മാതാവിനെ പിരിഞ്ഞിട്ടില്ല. അതാണ് സത്യം. മാതാവിനെ പിരിഞ്ഞിട്ടില്ല എന്നുള്ളതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് നമുക്ക് തന്നിരിക്കുന്ന കാശുരൂപം. അതവിടെ കഴുത്തിലിട്ടിട്ടുണ്ട്. അവിടെ ചേട്ടന്മാർ എൻ്റെ അടുത്ത് പഴയ കാശുരൂപം എടുത്ത് തരും. അച്ഛാ ഒന്ന് പുതുക്കി തരുമോ എന്ന് ചോദിക്കുമ്പോൾ ചേട്ടന്മാർ അവരുടെ പേഴ്സിൽ നിന്ന് എടുത്തിട്ട് ഏറ്റവും രഹസ്യമായ അറയിലാണത് വെച്ചിരിക്കുന്നത്. എത്രയോ ഭവ്യമായിട്ടാണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങൾ സൂക്ഷിക്കുന്നതിൽ നിങ്ങൾ ദൈവമായിട്ട് ഉടമ്പടി എടുക്കുമ്പോൾ ദൈവം ഒരു പ്രോമിസ് ചെയ്യുന്നുണ്ട്. എന്താണ്? ഉൽപ്പത്തി 33:14 ഒരു പ്രോമിസ് ചെയ്യുന്നുണ്ട് ഉടമ്പടി എടുക്കുന്നവരോട്. ഐ വിൽ കം വിത്ത് യു, അല്ലേ? ഞാൻ നിൻ്റെ കൂടെ വരും. അപ്പം ഞാൻ കാണിച്ചു തരും, ഞാൻ നിൻ്റെ കൂടെ വരും, നീ നടക്കേണ്ട വഴി മുഖത്ത് നോക്കി ഉപദേശിക്കുക എന്നൊക്കെ പറയുമ്പോഴേ ഇതെല്ലാം ഇന്ന് ഈ ഉടമ്പടിക്കാലത്ത് ആയിരങ്ങളുടെ അനുഭവമാണ്. ഇപ്പോൾ ജിത എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവളിങ്ങനെ ഒരു ഗവൺമെൻറ് സ്കൂളിലൊക്കെ ഒരു സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആണ് ഈ വന്ന് ഉടമ്പടി എടുക്കുന്നത്. പക്ഷേ പഠിപ്പിക്കാനുള്ള അക്രഡിറ്റേഷൻ കഴിവ്, അതിൻ്റെ ഉള്ള മെറിറ്റ് ഇവർക്കില്ല. പക്ഷെ അത് ആ മെറിറ്റ് ഉള്ള പരീക്ഷ, ഗവൺമെൻറ് പരീക്ഷ എഴുതണമെന്ന് ഇവക്കറിയാനും പാടില്ല. അതാണ് ഏറ്റവും വലിയ രസം. ടീച്ചറാണ്, പക്ഷേ ഈ പരീക്ഷ എഴുതണം. ഇവിടെ എഴുതിയതാണ് 2014 ഈ പരീക്ഷ എഴുതി ഉപേക്ഷിച്ചതാണ്. കേട്ടക്ക് എല്ലാവരും എഴുതിയിട്ടുള്ളതാണ്, ടീച്ചർമാരൊക്കെ എഴുതിയിട്ടുള്ളതാണ്. പക്ഷേ ഇവിടുത്തെ ഈ പർട്ടിക്കുലർ കേസ് എന്ന് പറയണത്, ഇവൾക്ക് ഈ പരീക്ഷ എഴുതണമെന്ന് അറിയാമായിരുന്നു. ഇവൾ 2012-ലും 2013-ലും 2014-ലും ഒക്കെ കേട്ടൊക്കെ എഴുതിയ ആളാണ്. പക്ഷേ അത് കരകയറാൻ പറ്റണില്ല. മിസ് ഗോട്ട് ദ പോയിൻറ്റ്. അതാണ് പ്രശ്നം. അവളുടെ ബുദ്ധി കൊണ്ട് കരകയറാൻ പറ്റണില്ല. അവസാനം എന്ത് ചെയ്ത്, അതിന് വന്ന പോലെ വിധി പോലെ അനുഭവം എന്നും പറഞ്ഞ് കേട്ടൊക്കെ ഉപേക്ഷിക്കും. എത്ര കൊല്ലം? 14 2014 എഴുതി ഉപേക്ഷിച്ചതാണ്. പിന്നെ മറന്നും പോയി. ഉള്ളത് ചെറിയ സ്കൂളിൽ വർക്ക് ചെയ്ത് ഉള്ള ശമ്പളം മേടിച്ച് അങ്ങനെ കഴിഞ്ഞു കൂടുകയാണ്. അപ്പോൾ ഇങ്ങനെ. പക്ഷെ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ജിത എന്നാ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഉടമ്പടി എടുത്തപ്പോൾ പെട്ടെന്ന് എനിക്കൊരു കോള് വന്ന് ആ ദിവസം ഒരു കൂട്ടുകാരത്തെ വിളിച്ച് പറഞ്ഞു, എടി കേട്ടൊക്കെ എഴുതണില്ലേ? എഴുതിയില്ലെങ്കിൽ വരാൻ പോകുന്ന പ്രശ്നം, നിനക്ക് UP സ്കൂളിലേക്ക് ഇനി അപേക്ഷിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ്. എടി കേട്ടൊക്കെ എഴുതണില്ലേ? ലാസ്റ്റ് പരീക്ഷയാണ്. ഇത് നീ എഴുതണില്ലെങ്കിൽ, ഇത് നമുക്ക് എഴുതാൻ പറ്റണില്ലെങ്കിൽ ഇനി UP സ്കൂൾ എക്സാമിനേഷന് നിനക്ക് പങ്കെടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പ്രൈമറി പഠിപ്പിക്കുക. അതിന് ജിത പറയുന്ന മാർഗം, രസമെന്ന് പറയണത്, ഈ കൂട്ടുകാരത്തിയുമായിട്ട് എനിക്ക് 10 കൊല്ലമായിട്ട് നോ കണക്ഷൻ. അതാണ് വിഷയം. ഗോട്ട് ദ പോയിൻറ്റ്. ഈ കൂട്ടുകാരത്തിയുമായിട്ട്, പെർട്ടിക്കുലർ ഫ്രണ്ടുമായിട്ട് എനിക്ക് 10 കൊല്ലമായിട്ട് നോ കണക്ഷൻ.
അവൾ വിളിച്ചിട്ടില്ല, കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല, ഫോൺ നമ്പർ പോലും അറിയാൻ പാടില്ല. ഇങ്ങനെ അത് ദാറ്റ് മീൻസ് ആസ് ഇഫ് ഇറ്റ് ഹീസ് എ സ്ട്രേഞ്ചർ. അതുപോലെയാണ്. അപ്പോൾ ഈ കൂട്ടുകാർ എന്നിട്ട് ജിത പറയും, പിന്നെ ഉടനെ കൂട്ടുകാർ, അപ്പോൾ ഇവൾക്ക് കേട്ടൊക്കെ എഴുതി മടുത്തതാണല്ല, തെറ്റിപ്പോയിട്ട് തോറ്റുപോയിട്ട് ഫയൽ ക്ലോസ് ചെയ്തതാണ്. ദൈവം നിൻ്റെ ക്ലോസ് ചെയ്ത ഫയലെല്ലാം ഓപ്പൺ ചെയ്ത മാർഗം നീ കാണണം. ദൈവത്തിലെ ഇതൊരു വേറെ ഒരു ലോകമാണ്. നീ ഏതെങ്കിലും വിധത്തിൽ തോറ്റു, ഇനി വിവാഹം, ഇപ്പോൾ പല പല വിവാഹവും കഴിക്കണം, കണ്ട് ചെറുക്കനെ കണ്ട് പെണ്ണിനെ കണ്ടുകൊണ്ട് അവസാനം മടുത്തു. നീ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്ത് നിനക്ക് ജീവിതത്തോടുള്ള വെറുപ്പോടുകൂടി കെട്ടാതെ നിൽക്കാമെന്ന് പറഞ്ഞ തീരുമാനം എടുത്തു. അല്ലെങ്കിൽ നീ ഒരു പ്രണയത്തിൽ പരാജയപ്പെട്ടു. അപ്പോൾ പ്രണയത്തിൽ പരാജയപ്പെട്ടു നിൻ്റെ പങ്കാളി. ഞാൻ പ്രണയത്തിൻ്റെ ഗുണവും ദോഷവും ഇപ്പോൾ പറയണില്ല. എനിക്ക് എൻ്റെ വിഷയം പ്രണയത്തിൻ്റെ ഗുണവും ദോഷവും പറയുകയല്ല, അതിൻ്റെ ബലിയാടുകളുടെ സങ്കടങ്ങളെ കൈകാര്യം ചെയ്യുകയും. യു ഗോട്ട് ദ പോയിൻറ്റ്? പിടിയിട്ടില്ലേ കാര്യം? ഒരു ബന്ധത്തിൽ ചെന്നപ്പെട്ടതിന് ശേഷം പെട്ടെന്നൊരു തേപ്പ് കിട്ടിയെന്ന് വിചാരിച്ചോ? അങ്ങനെ ഒരു തേപ്പ് കിട്ടിയപ്പോൾ യാതൊരു മാർഗ്ഗവുമില്ല. തേപ്പ് അതായത് ഒരു ഒന്നൊന്നര തേപ്പായിപ്പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സത്യസന്ധമായിട്ട് തന്നെ നിന്നു, അവസാനം വരെ നിന്നു. പക്ഷെ നമ്മളെക്കാൾ അല്പം കൂടി ഒരു ഓപ്ഷൻ കിട്ടിയപ്പോൾ നമ്മുടെ പങ്കാളി ആ വഴിക്ക് പോയി. അപ്പോഴേ നിനക്കൊരു മനുഷ്യാരൂപി ഉടനെ ഡെവലപ്പ് ചെയ്യും. എന്താണ്? അവൻ്റെ മുമ്പിൽ, അവളുടെ മുമ്പിൽ. ചിലർ പറയും അവളെക്കാൾ ഭംഗിയുള്ള പെണ്ണെ കെട്ടിക്കൊണ്ട് അവളുടെ മുമ്പിൽ കൂടെ നടക്കണമെന്ന് പറയും. ചിലർ പറയും അവനേക്കാൾ വിദ്യാഭ്യാസമുള്ളവനെ ഞാൻ കല്യാണം കഴിച്ചുകൊണ്ട് അവൻ്റെ മുമ്പിൽ നടക്കണം, അവൻ്റെ വീടിൻ്റെ അടുത്ത് പോയി വീട് മേടിച്ച് താമസിക്കുന്നു പറയും. ഇതെല്ലാം മനുഷ്യാരൂപിയാണ്. അത് പിന്നെ സഹിക്കാവുന്നൊരു അരൂപിയാണ്. ഇനി സഹിക്കാൻ പറ്റാത്തൊരു അരൂപിയുണ്ട്. എന്താണ്? ഞാൻ ഇനി കെട്ടത്തില്ല, ഞാൻ പ്രണയത്തിൻ്റെ മൂക ബലിയാട് സാക്ഷിയായിട്ട് ഇങ്ങനെ ഗതികിട്ട പ്രേതമായിട്ട് അലഞ്ഞു നടക്കി അവൻ്റെ മുമ്പിൽ കൂടി കടക്കും, അവളുടെ മുമ്പിൽ കൂടി നടക്കും. ഓ, എന്തോ ഒരു തോൽവിയാണ്. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അതായത് ദൈവാരൂപി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ എങ്ങനെയാണ് മനുഷ്യാരൂപിയാൽ ടേക്കണപ്പ് ചെയ്യപ്പെടുന്നത്? ആ തീരുമാനം കണ്ട എന്താ പറയണത്? ഞാനിന് മരണം വരെ കെട്ടത്തില്ല. എന്നിട്ട് ഇവളെ എങ്ങനെയെങ്കിലും എപ്പോഴും തിരക്കണ അവൾ കെട്ടിയ അവൻ കെട്ടിയെന്ന് പറയുമ്പോൾ ഒരു സമാശ്വാസമായി. എന്താ കാര്യം? നിന്നെ തേച്ച ആൾ കല്യാണം കഴിച്ചു എന്ന് പറയുമ്പോൾ നിനക്കൊരു ഭയങ്കരമായ സന്തോഷം. എന്താണ്? നീ ഉടനെ മാപ്പ് സാക്ഷിയായി. അതാണ് ഉദ്ദേശിക്കുന്നത്. അവളെ കെട്ടിയല്ലോ, എന്നെ തേച്ചു അവൾ കെട്ടി, എന്നെ തേച്ചു അവൻ കെട്ടി. അപ്പോൾ പിന്നെ എന്ത് പറ്റും? ഇനി ഞാനൊരു മാപ്പ് സാക്ഷിയായിട്ട് സഹതാപിണിയായിട്ട് ജീവിക്കും, സ്വയം പീഡിതയായിട്ട് ജീവിക്കും. എൻ്റെ ദൈവവേദല് നിൻ്റെ ക്രിസ്തു ഇത് നിന്നിൽ നിന്ന് ആഗ്രഹിക്കണില്ല. യു ഗോട്ട് ദ പോയിൻറ്റ്? കർത്താവ് പറഞ്ഞില്ലേ 8:36 എന്താ പറഞ്ഞത്? യോഹന്നാൻ്റെ സുവിശേഷം 8:36, പുത്രൻ നിന്നെ സ്വതന്ത്രനാക്കിയാൽ നീ യഥാർത്ഥത്തിൽ സ്വതന്ത്രനായിരിക്കും. നിന്നെ യഥാർത്ഥത്തിൽ, അതാണ് യോഹന്നാൻ 8:36 എന്താ പറയണത്? ഒന്ന് പറഞ്ഞേ. പുത്രൻ നിന്നെ സ്വതന്ത്രനാക്കിയാൽ നീ യഥാർത്ഥത്തിൽ സ്വതന്ത്രയായിരിക്കും. അപ്പോഴ് യഥാർത്ഥത്തിൽ സ്വതന്ത്രയാക്കുന്നത് ആരാണ്? പുത്രനാണ്. ആരാണ്? ഈശോയാണ്. ഈശോ നിന്നെ സ്വതന്ത്രനാക്കിയപ്പോഴേ പിന്നീട് നീ ലോകത്തിൻ്റെ അടിമത്തത്തിലേക്ക് വീണ് അടിമത്തത്തിൻ്റെ വചനങ്ങൾ, അടിമത്തത്തിൻ്റെ ഭാവങ്ങൾ, അടിമത്തത്തിൻ്റെ പെരുമാറ്റങ്ങൾ കീപ്പ് ചെയ്യാൻ നമുക്ക് ബാധ്യതയില്ല. എന്താ കാര്യം? കർത്താവ് ഇതുപോലെയുള്ള പലതരത്തിലുള്ള അടിമത്തത്തിൽ നിന്നും, വൈകാരിക അടിമത്തം, അതൊരു വൈകാരിക അടിമത്തമല്ലേ? അവൻ കല്യാണം കഴിച്ചു, ഞാൻ കല്യാണം കഴിക്കാതെ മരണം വരെ നിൽക്കും, മൂത്ത് നരച്ച് കുരച്ച് ഇങ്ങനെ നിൽക്കും. എന്തിന്? അത് ദൈവ തിരുമനസ് എന്താണ്? ദൈവപൈതലെ, നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ മനസ്സാണ് നിൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയണത്. ദൈവ തിരുമനസ്. ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ടോ? ദൈവം ആഗ്രഹിക്കുക. അത് നിനക്ക് മേലെ അടിച്ചേപ്പിച്ച അടിമത്വമല്ലേ? നിൻ്റെ പ്രേമ നൈരാശ്യം എന്ന് പറഞ്ഞിട്ടുള്ള വികാരത്തിന് അടിമപ്പെട്ടിരിക്കുന്ന ഈ മാനസികാവസ്ഥ
ഈ ലോകം നിൻ്റെ മേൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ള അടിമത്വമാണ്. ആ നുകം പേറാൻ നീ ബാധ്യസ്ഥയല്ല, നീ ബാധ്യസ്ഥനല്ല. ഇത് അരുളി ചെയ്യുന്നത് കർത്താവ് യേശു. അതുകൊണ്ടാണ് യോഹന്നാൻ 8:36 പുത്രൻ നിന്നെ സ്വതന്ത്രരാക്കിയാൽ, പറഞ്ഞേ, പുത്രൻ നിന്നെ സ്വതന്ത്രരാക്കിയാൽ യഥാർത്ഥത്തിലെ സ്വതന്ത്രനായിരിക്കും. നീ യഥാർത്ഥത്തിലെ സ്വതന്ത്രയായിരിക്കും. ശ്രുതിക്കട്ടെ, കരങ്ങളുയർത്തിക്കൊണ്ട് സ്തുതിക്കുന്ന വലിയ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അപ്പോഴും കർത്താവിൻ്റെ മുമ്പിൽ പ്രണയ നൈരാശ്യമുള്ളവർ ഒരു തീരുമാനം എടുക്കണം. ഇത് ദൈവഹിതമല്ല. പുത്രനാണ് എന്നെ സ്വതന്ത്രനാക്കുന്നത്. എൻ്റെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ഉയർത്തെഴുന്നേറ്റതും എന്നെ അടിസ്ഥാനപരമായി പാപത്തിൻ്റെ തിന്മകളിൽ നിന്ന് സ്വതന്ത്രമാക്കാനാണ്. എൻ്റെ കർത്താവ് എന്നെ സ്വതന്ത്രയാക്കി. ഞാനൊരിക്കലും ഇനി അടിമത്തത്തിൻ്റെ വൈകാരികമായ അടിമത്ത വഴികളിൽ ജീവിക്കത്തില്ല. ഏറ്റുപറഞ്ഞ്, ഞാനൊരിക്കലും എൻ്റെ കർത്താവ് തൻ്റെ തിരുമരണത്താൽ തൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ എന്നെ സ്വതന്ത്രനാക്കി, എന്നെ സ്വതന്ത്രയാക്കി. ഞാനിനി ഒരിക്കലും ലോകത്തിന്റെ വൈകാരിക പരാജയത്തിന്റെ വൈകാരിക അടിമത്തത്തിലെ അതിന്റെ നുഖത്തിലെ ഒരു കാലത്തും ജീവിക്കത്തില്ല. ഇത് പ്രതിജ്ഞ. യേശുവിന്റെ നാമത്തിലുള്ള ശക്തമായ തീരുമാനം. ശ്രദ്ധിക്കട്ടെ, ഞങ്ങളുടെ വഴി എൻ്റെ പ്രിയപ്പെട്ടവരെ, പാട്ടുകൾ പാടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും നിങ്ങൾ ദൈവസ്നേഹത്തോടെയാണ് അത് ചെയ്യേണ്ടത്. കർത്താവ് എഴുന്നള്ളിയിരിക്കുന്ന, ജീവനോടെ ഇരിക്കുന്ന, ജ്വലിച്ചു നിൽക്കുന്ന ഈ അൾത്താറയിലെ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മൾ വലിയ ദൈവശുശ്രൂഷ നടത്തുക. അപ്പോൾ ഇത് ദൈവം ഒത്തിരിയേറെ മക്കളത്തോടും ഓൺലൈനായിട്ട് ആയിരങ്ങളാണ് ഇപ്പോൾ നമ്മളുടെ കൂടെ നിൽക്കുന്നത് ഈ ആരാധനയിൽ. അപ്പോൾ അവരെല്ലാവരും സമർപ്പിച്ചുകൊണ്ട് അച്ഛൻ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ആദ്യം ഇവിടെ വന്ന സമയത്ത് കർത്താവ് 2 വെള്ള കിഡ്നികളെ കാണിച്ചായിരുന്നു. 2 വെള്ള കിഡ്നികളെ പൂർണ്ണമായി സൗഖ്യപ്പെട്ടതിൻ്റെ ലക്ഷണങ്ങളാണിത്. കിഡ്നികളെ കർത്താവ്, രോഗമുള്ളവരെ കർത്താവ് ആരാധനയിൽ തുടങ്ങിയപ്പോൾ തന്നെ ഈശോ സൗഖ്യപ്പെടുത്തിയിട്ടുണ്ട്. കൈ ഇടിച്ച് ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് കൈ നെഞ്ചത്ത് വെച്ചത് എൻ്റെ സ്നേഹമുള്ള കർത്താവിനെ, എൻ്റെ സ്നേഹമുള്ള കർത്താവിനെ. അച്ഛൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും നിങ്ങൾ പ്രത്യുത്തരമായിട്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിനെന്ന് പറയണം. എൻ്റെ സ്നേഹമുള്ള കർത്താവിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ ജീവനായ കർത്താവിന് എൻ്റെ സൗഖ്യമായ കർത്താവിന് എൻ്റെ ശക്തിയായ കർത്താവിന് എനിക്ക് വഴി കാണിച്ചു തന്നെ കർത്താവിന് ഞാൻ പോകേണ്ട ഇടം ചൂണ്ടിക്കാണിച്ചു തരുന്ന കർത്താവിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞാൻ നടക്കേണ്ട വഴി എന്റെ മുഖത്ത് നോക്കി ഉപദേശിച്ചു തരുന്ന കർത്താവിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. നമുക്കൊരു സഹായം തരുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് സഹായങ്ങൾ പ്രതീക്ഷിക്കാം. മനസ്സിലായ മക്കളെ? കർത്താവ് നിങ്ങൾക്കൊരു സഹായം തരുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് ആ മേഖലയിലുള്ള സഹായങ്ങൾ പ്രതീക്ഷിക്കാം. എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ജിദ പറയുന്ന ഒരു സാക്ഷ്യം, അച്ഛാ എന്നിട്ട് അല്ല ഈ കൂട്ടുകാരത്തി എന്നെ വിളിക്കുക മാത്രമല്ല
ഞാൻ വളം പരിചയം വെച്ച് തോറ്റ ഒരു പരിപാടിയാണിത് കേട്ടേക്ക് ഒരു കാലത്ത്. ഇപ്പം ഈ കൂട്ടുകാരത്തി എന്നോട് പറയണില്ലേടി ഞാൻ വന്ന് നിന്നെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. 10 ദിവസം അവർ വന്ന് എൻ്റെ വീട്ടിൽ താമസിച്ചു. ഒരു ബന്ധുവില്ലാഞ്ഞ ഒരു ലിംഗാണ്. അതിൻ്റെ വരവ് കണ്ടില്ലേ, ഉടമ്പടിയുടെ വരവ് കണ്ടില്ലേ? വെച്ചാൽ ഇവൾ സ്വയം പറയുകയാണ് ഞാൻ വന്ന് നിൻ്റെ വീട്ടിൽ വന്ന് നിന്നെ പഠിപ്പിക്കാം. അപ്പോഴേ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഈ കാലങ്ങളിൽ ദൈവം നമ്മൾ പറയും ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം എന്ന് ഈശോ പറഞ്ഞില്ലേ? ഇപ്പം ശതാധിപൻ പറഞ്ഞപ്പോഴെന്താ പറഞ്ഞത്? അങ്ങൻ്റെ വീട്ടിൽ എൻ്റെ ഭൃത്യൻ രോഗം പിടിപെട്ട് കിടപ്പിലാണെന്ന് പറഞ്ഞപ്പോൾ സെക്കൻഡുകൾ ഈശോ എന്താ പറഞ്ഞത്? ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം. അപ്പോൾ ഇക്കാലങ്ങളിൽ ഈ നമ്മളുടെ ജീവിതത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി കൂട്ടുകാർ വന്നാലും പരിചയമില്ലാത്ത ആൾക്കാർ അതേസമയം തന്നെ സത്യസന്ധമായ വിഷയത്തോടെ ഇടപെട്ട് കഴിഞ്ഞാൽ നിങ്ങളതിൻ്റെ അകത്തെല്ലാം ദൈവത്തിൻ്റെ കാര്യങ്ങൾ കാണണം. പറഞ്ഞ മനസ്സിലായില്ലേ? ചെന്ന് പൊട്ടത്തരം കാണിക്കുന്നതല്ല പറഞ്ഞത്. ബുദ്ധിബോധം ഇല്ലാത്തതിനൊക്കെ വിളിച്ചാൽ വീടിൻ്റെ അകത്ത് കയറ്റിയില്ലാത്ത പ്രശ്നം ഉണ്ടാക്കണമെന്നല്ല പറഞ്ഞത്. ഞാൻ എപ്പോഴും ആമ്പിള്ളേരോട് പറയും കൂട്ടുകാരെയൊക്കെ വീട്ടിൽ കൊണ്ടുവന്നാൽ കൊള്ളാം, പക്ഷേ മെനയില്ലാത്തവന്മാരെ കൊണ്ടുവന്ന പെങ്ങളെ അടിച്ചുകൊണ്ട് പോകുമെന്ന് പറയും. അത് ഞാൻ എൻ്റെ സ്വഭാവം അനുസരിച്ച് നേരെ ഉള്ളത് നേരെ അങ്ങോട്ട് പറയും. നമ്മൾ വിവേകം കാണിക്കേണ്ട പാട്ടിലേക്ക് വിവേകം കാണിക്കണം. പക്ഷേ ഇതിന് വിവേചനം വേണം. നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ വിവേകം മാത്രം പോരാ, വിവേചനം വേണം. എന്ത് സ്പിരിറ്റാണ് ആര് നമ്മളോട് സംസാരിച്ചാലും എന്ത് സ്പിരിറ്റാണ് വർക്ക് ചെയ്യുന്നത്, അതിനാണ് വിവേചനം എന്ന് പറയുന്നത്. വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു? കർത്താവ് ചോദിച്ചൊരു ചോദ്യമാണ്. കർത്താവ് ചോദിച്ച ചോദ്യം എന്ത് വിഷയം? ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കാൻ വേണ്ടിയുള്ള ഏറ്റവും വലിയ ചോദ്യം ഇതാണ്. എന്ത് നീ ചെയ്താലും, നീ ഒരു പാടിയാലും, നീ ഒരു മെസ്സേജ് വിട്ടാലും, ഇപ്പം ചിലർ മെസ്സേജ് വിടത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാത്തൊരു മെസ്സേജാണ്. ഒരു സഹപ്രവർത്തകന് ഒരു മെസ്സേജ് കാണിച്ചു, അച്ഛാ ഇതിൻ്റെ അകത്ത് വല്ല കുഴപ്പമുണ്ടാന്ന് ചോദിച്ചു വാട്സപ്പിൽ. ഞാൻ പറഞ്ഞു ചെമ്പരത്തിപ്പൂവും കേശവും അല്ലേ, ഇത് മൊത്തം കുഴപ്പമാണെന്ന് പറഞ്ഞു. എന്താ കാര്യം? അതെന്ത് സ്പിരിറ്റാണത്? അത് വിവേചനമാണ് ഇതിനകത്ത് വരണത്. വിവേചനം. നമ്മൾ നോക്കുമ്പോൾ ഒരു ചെമ്പരത്തിപ്പൂവാണ്, ഒരു കുഴപ്പമില്ല, പക്ഷെ മൊത്തം കുഴപ്പമായിരിക്കും. എന്താ കാര്യം? 9:55. എന്ത് 9:55? വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു? എന്ത് അരൂപിയാണ് നിങ്ങളെ നയിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ട്രാപ്പ് ചെയ്യുമ്പോൾ നല്ല കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ആൾക്കാർ മോശം കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നത്. ഇതിനാ ട്രാപ്പിംഗ് എന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ആദ്യമേ പറഞ്ഞത് നിങ്ങൾ സർപ്പങ്ങളെപ്പോലെ വിവേകമുള്ളവരായിരിക്കണം, നിഷ്കളങ്കരായിരിക്കണം. നിങ്ങൾക്ക് കയ്യിൽ നിന്ന് കുറ്റം വരരുത്, പക്ഷേ അതേസമയം ആരായാലും നിങ്ങൾ വിവേകം കാണിക്കണം. പക്ഷേ അതിൻ്റെ കൂടെ തന്നെയുള്ളതാണ് വിവേചനം. വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു? 9-ാം അധ്യായം വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 9-ാം അധ്യായം 55-ാമത്തെ വാക്യം. 55 ഇട്ടിട്ട് താഴെ ടിപ്പണി കിടക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്കാണിത്, കാര്യം ഇത് ഏറ്റവും ടോപ്പ് സാധനമാണ്. ബൈബിളിലെ നിഗൂഢ വചനങ്ങൾ ഒക്കൾട്ട് വേടാണ്. എന്ന് വെച്ചാൽ അതിവിലപിടിപ്പുള്ള കാര്യങ്ങളെല്ലാം ബൈബിളിൽ പൂർത്തി വച്ചേക്കും. ദിസ് ഈസ് ഒക്കൾട്ട്, ഹിഡൻ ട്രഷർ എന്ന് പറയും. അതായത് ബൈബിളിൻ്റെ ഒരു നേച്ചറാണത്. അതായത് ഏറ്റവും വിലപിടിപ്പുള്ള സംഭവങ്ങളെല്ലാം ബൈബിൾ കുഴിച്ചിട്ടേക്കും. അതുപോലെ ടിപ്പണിയിലാണ് കിടക്കണത്. ഈ വാക്ക് 9:55 കിടക്കണത് ടിപ്പണിയിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുട് നോട്ടിലാണ് കിടക്കണത്, നേരെ കിടക്കണില്ല. അത് കാരണം ആരും കാണത്തില്ല, താഴെ വായിച്ചതേ കിട്ടത്തുള്ളൂ. വിശുദ്ധ ലൂക്കാൻ്റെ സുവിശേഷം താഴെ വായിക്കണം. അപ്പോഴേ പറയും, ഇത് ടിപ്പണിയിൽ പറയും, കർത്താവ് ചോദിച്ചത് എന്ത് അരൂപിയാണ് നിന്നെ നയിക്കുന്നത്? മനസ്സിലായി? അത് ടിപ്പണിയിലാണ്. ഇപ്പം നമ്മൾ 13 വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 13-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് നിധിയെക്കുറിച്ച് പറയുന്നുണ്ട്. നിധി എന്തു ചെയ്യും? നിധി കുഴിച്ചിട്ടേക്കും. അപ്പം നിധി കുഴിച്ചിട്ടൊരു പറമ്പ് കണ്ടെത്തി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? നിധി കുഴിച്ചിട്ടൊരു പറമ്പ് നമ്മൾ കണ്ടെത്തി,
ആ പറമ്പിൽ നിധി ഒന്നുണ്ടെന്ന് കണ്ടെത്തി. അടുത്ത സ്റ്റെപ്പ് എന്താ? അത് മറച്ചിട്ടും പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് അല്ല, നേരെ അങ്ങോട്ട് പോയി കുഴിക്കാൻ പറ്റത്തില്ല. നിധി എടുക്കണം. അങ്ങനെ നിധി എടുക്കണ രീതി അതാണ്. ബൈബിളിൽ നിധി എടുക്കണ വിധം ഇതാണ്. എന്താണ്? തനിക്കുള്ളതെല്ലാം വിൽക്കേണ്ടി വരും. നമുക്ക് നോക്കാം വചനം. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ കർത്താവായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ. ആത്മാവിന്റെ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. 13 വിശുദ്ധ മത്തായി ശ്ലീഹാ സുവിശേഷം 13:44. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 13:44. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിധിക്ക് തുല്യം. ഒക്കൽ ട്രഷർ, ഹിഡൻ ട്രഷർ. നിധിയായത് കാരണം എന്താ സംഭവിച്ചിരിക്കുന്നത്? എക്സ്പോസ് ചെയ്യത്തില്ല, പിന്നെ എന്ത് ചെയ്യും? ഹിഡൻ ചെയ്യും. രക്ഷയ്ക്ക് അങ്ങനെ 2 വിഷയമുണ്ട് നമ്മുടെ ജീവിതത്തിലുണ്ട്. ഹിഡൻ ആയിട്ടുള്ള ട്രഷറുണ്ട്, എക്സ്പോസ്ഡ് ട്രഷറുണ്ട്. നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ അത് വരും. ഈശോ പറയുകയാണെങ്കിൽ ഞാനിത് പറഞ്ഞു തരാം നിങ്ങൾക്ക്. ഇപ്പം നമ്മളിതിൽ പോവുകയാണ്. സ്വകരാജ്യം പറഞ്ഞ് വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യം. അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വെക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് വയൽ വാങ്ങുകയും ചെയ്യും. ഈ നിധി കർത്താവാണ്. ക്രിസ്തുവിനെ സ്വീകരിക്കാനുള്ള ഒരു മാർഗം പറയുകയാണ്. എന്ത് ചെയ്യണം? ക്രിസ്തുവിനെ ഇറ്റ്സ് വെരി കോസ്റ്റ്ലി. ഇപ്പം നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ ഉടമ്പടി വെച്ചൊരു കാര്യം, ഇപ്പോൾ ഉടമ്പടിയുടെ രീതി അറിയാമല്ലോ, ആൾക്കാർ നടക്കില്ലെന്ന് അവർക്ക് തോന്നണ കാര്യം അവർ വെക്കും, പക്ഷെ കർത്താവ് അത് നടത്തും. അതാണ് രസം. എന്നുവെച്ചാൽ നിൻ്റെ വിശ്വാസത്തെ കർത്താവ് പരീക്ഷിക്കണത്. പക്ഷെ അതേസമയം തന്നെ ചില അത്യാവശ്യം നടക്കേണ്ട കാര്യം ബാക്കി എല്ലാവരും പറഞ്ഞാൽ ബാക്കിയെല്ലാം നടന്ന് 5 കാര്യവും നടന്നു. ഞാൻ പക്ഷെ വന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. അതിപ്പോഴും നടന്നിട്ടില്ല. മകളുടെ കല്യാണം ഇപ്പോഴും നടന്നിട്ടില്ല. ആ സ്ഥലം ഇപ്പോഴും വിറ്റിട്ടില്ല. ഇപ്പം കല്യാണം ഇപ്പോഴും നടന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഓറഞ്ച് ചീട്ടാണെങ്കിൽ ഞാൻ മെസ്സേജ് എടുക്കും, കല്യാണം എപ്പം നടക്കുമെന്ന് പറഞ്ഞു കൊടുക്കും. ഇവരുടെ ആവശ്യമില്ല ആ മനുഷ്യൻ കിടന്ന് വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ എന്നോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ ഈശോ തന്നെ മറുപടി പറഞ്ഞു കൊടുക്കും. നിങ്ങൾക്ക് സാക്ഷ്യങ്ങളൊക്കെ പറയാൻ പറ്റുമല്ലോ. ഓരോ കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ആൾക്കാർ സാക്ഷ്യം പറയാറുണ്ട്. അത് മനഃപൂർവ്വം പറയണതല്ല. അത് നിങ്ങൾ വരുമ്പോൾ കർത്താവിൻ്റെ മനസ്സിൽ ഡിവോയ്ഡ് ഓഫ് എനി പ്രഷർ, ഒരു പ്രഷറും സമ്മർദ്ദവും ചിന്തയും ഒന്നും ഇല്ലാതെ കേവലമായിട്ട് കർത്താവ് എനിക്ക് ഓർപ്പിച്ചു തരും. ഇതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലാവും അത് മനുഷ്യ അരൂപി എന്നുള്ളതല്ല, ദൈവാരൂപി എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറയും ഇതാണ് സംഭവം, ഇന്ന സമയത്ത് നടക്കും, ഇന്ന് വിഷമിക്കേണ്ട കാര്യമില്ല എന്ന് പറയും. പക്ഷെ ചില കാര്യങ്ങൾ നടക്കത്തില്ല. ഇപ്പോൾ ചിലപ്പോൾ അച്ഛാ എല്ലാം നടന്ന്, കല്യാണം നടന്ന്, മക്കൾക്ക് ജോലിയും കിട്ടി, പക്ഷേ വസ്തു വിറ്റിട്ടില്ലെന്ന് പറയും. വസ്തു വിറ്റിട്ടില്ലെന്ന് പറയും. ഇൻ കേസ് അത് വിൽക്കാൻ ലാഗ് ചെയ്യുകയാണ്, നീളുകയാണെങ്കിലും വിൽക്കാതെ ഇരിക്കുകയും ചെയ്യണമെങ്കിൽ എൻ്റെ മക്കൾ ചെയ്യേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അതിലും നിങ്ങളുടെ ശ്രദ്ധ മാറ്റണം. കാര്യം എന്താണ്? ദൈവം വേറെ എന്തോ വഴി, ഇതിന് ഓപ്ഷൻ ആയിട്ടുള്ള മറ്റൊരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ദൈവ തിരുമനസ്സിന് സമർപ്പിച്ചിട്ട് കർത്താവിൻ്റെ തിരുമനസ് അനുസരിച്ചിട്ട് ക്രമീകരിക്കാൻ വേണ്ടി സമർപ്പിക്കണം നമ്മൾ. അല്ല അതേന്നും പറഞ്ഞിരിക്കാതെ ഈ വസ്തു നോക്കുമ്പോൾ വിൽക്കാത്ത വസ്തുവോട് നോക്കുമ്പോൾ ചിലർ പറയും എൻ്റെ ഞാനിപ്പോൾ ആ വസ്തുവിൻ്റെ അടുത്തേക്ക് പോകണ കൂടിയില്ല, അത് പോയാൽ പിന്നെ അന്ന് മുഴുവൻ സമാധാനം ഉണ്ടാകത്തില്ലെന്നും, അത് പോയാൽ അന്ന് മുഴുവൻ സമാധാനം ഉണ്ടാകത്തില്ല. അപ്പോൾ ചിലർ പറയും എങ്ങനെയാ ആ വസ്തുവിലേക്ക് പോണത്? അയൽവാസി കെട്ടി വെച്ചിരിക്കണം അങ്ങോട്ടുള്ള വഴി, അത് കാണുമ്പോൾ തന്നെ മനുഷ്യൻ മൂഡൗട്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞാൽ കുഴപ്പമില്ല, സമയമാകുമ്പോൾ അവൻ അഴിച്ചു തരികയും ചെയ്യും, നീ വസ്തു വിൽക്കുകയും ചെയ്യും, അതുവരെ നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ചിലപ്പോൾ അയൽവാസിനെ കൊണ്ട് കർത്താവ് തന്നെ ആയിരിക്കും പഠിപ്പിക്കണം, നീ കെട്ടി വെച്ചേക്കാൻ പറയണത്. ചിലപ്പോൾ വസ്തു വിൽക്കണത് കർത്താവിൻ്റെ തിരുമനസ്സായിരിക്കത്തില്ല. ചിലപ്പോൾ നിൻ്റെ മക്കൾക്ക് ചിലപ്പോൾ നാളത്തെ ആവശ്യം ഉണ്ടാവും,
അല്ലെങ്കിൽ പേരക്കിടാങ്ങൾക്ക് ആവശ്യമുണ്ടാവും. കർത്താവ് സംരക്ഷിക്കുന്നതായിരിക്കും, അത് അറിയത്തില്ല. അത് മെസ്സേജ് എടുത്താൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. ഇനിയുള്ള കാലങ്ങളൊക്കെ ഭൂമി ഇല്ലാത്തൊരു കാലമല്ലേ വരണത്. ഒരു കാലത്തും ഭൂമി ഇല്ലാത്തൊരു കാലമാണ് വരണത്. കാരണം കേരളത്തിലെ ഭൂമിയുടെ അവസ്ഥ നമുക്കറിയാമല്ലോ. തുച്ഛമായ ഭൂമിയെ CRZ വന്നപ്പോൾ 13% ഭൂമിയാണ് മരവിപ്പിച്ചത്. 10-17% ഭൂമി കാടാണ്. അപ്പോൾ ഇത്രയും ഭൂമി മനുഷ്യവാസയോഗ്യമല്ല. കാടും വെള്ളവുമായി കിടക്കുകയാണ്. പുഴകളും കടലും കടലിൻ്റെ അരിയിൽ കൂടിയുള്ള വീട് സ്ഥലം, പുഴകളുടെ അടിയിൽ കൂടിയുള്ള സ്ഥലങ്ങളെല്ലാം സുപ്രീം കോടതി മരവിപ്പിച്ചിരിക്കുകയാണ് CRZ വഴി. അപ്പോൾ എത്ര 13% പോയിരിക്കുന്നത്. 13%. കുട്ടനാട്ടിൽ മാത്രം റിലീസ് കൊടുത്തിട്ടുണ്ട്. അത് കുട്ടനാട്ടിൽ ഉപ്പുവെള്ളം കയറുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ഉള്ളൊരു പ്രൊവിഷനിലാണ്. ഉപ്പുവെള്ളം കയറുന്ന സ്ഥലങ്ങളിലെല്ലാം ഗവൺമെൻറ് മരവിപ്പിച്ചിട്ടുണ്ട്, വേലിയേറ്റമുള്ള സ്ഥലങ്ങളിലെല്ലാം. പക്ഷെ 13% സ്ഥലം പോയി. ഇല്ലാത്ത കേരളത്തിൽ, ചവിട്ടി നിൽക്കാൻ സ്ഥലമില്ലാത്ത കേരളത്തിൽ 13%, മൊത്തം സംസ്ഥാനത്തിന് 13% മരവിപ്പിച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കും? നമുക്കതിനുള്ള, നമ്മുടെ സംസ്ഥാനത്തിനുള്ള ഇച്ഛാശക്തിയില്ല. ആപ്പടെ 3 കോടി ജനമേ ഉള്ളൂ. 100 കോടി ജനങ്ങളുടെ തീരുമാനത്തിൽ നമുക്ക് എന്താ പ്രൊവിഷൻ? പക്ഷേ പല രാജ്യങ്ങളിലും കൂടുതൽ ജനങ്ങളുള്ള രാജ്യങ്ങളിലെല്ലാം സെൻട്രൽ ഗവൺമെൻറ് സാധനം മരവിപ്പിച്ചിട്ടുണ്ട്, റിലീസ് ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രാർത്ഥന വേണ്ടി വരുന്ന കേരളത്തിനാണ് എനിക്ക് തോന്നുന്നത്. ഭാവി കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രകൃതി എല്ലാവരുടെയും പിടിവിട്ട് നിൽക്കുകയാണ്. ആവശ്യത്തിന് ഭീകരവാദത്തെ സംരക്ഷിക്കാതെ ഇരിക്കാൻ സർക്കാരിന് പറ്റാതിരിക്കുകയും അതിൻ്റെ പേരിൽ തൂങ്ങിയാൽ പിന്നെ സർക്കാരും തൂങ്ങും. അങ്ങനെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ മുതലയും പെരുമ്പാമ്പും കൂടി പിടിച്ചിട്ട് രണ്ടും ചത്ത് പോലുള്ള അവസ്ഥകളാണ് പോണത്. അതായത് അത്രയും ഒരു കുരുക്കിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് സംസ്ഥാനത്തിന് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കേണ്ടി വരും. പിന്നെ ഇപ്പോൾ കാലാവസ്ഥ വ്യതിയാനം കൂടി വന്നപ്പോൾ 40 ദിവസത്തിനുള്ളിൽ 15 ന്യൂനമർദ്ദം. ഇനി ഇരട്ട ന്യൂനമർദ്ദമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇരട്ട ന്യൂനമർദ്ദം. അപ്പം ഇങ്ങനെയുള്ള വരുമ്പോഴേ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി, ശാസ്ത്രത്തിൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി. അതാണ് എനിക്ക് തോന്നിയത്. ഓരോരോ സംഭവങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഓരോ പുതിയ നിയമം വരുമ്പോൾ പോലീസുകാർക്ക് കൂടുതൽ പണിയും, കോടതിക്ക് കൂടുതൽ കാശും, കൂടുതൽ വക്കീൽമാർക്ക് കാശും, അല്ല വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നിയമങ്ങൾ വർദ്ധിക്കുന്നതനുസരിച്ചുണ്ട്. പോലീസുകാർക്ക് കൂടുതൽ കാശ് കിട്ടും, വക്കീൽമാർക്ക് കൂടുതൽ കാശ് കിട്ടും, ഗുമസ്തന്മാർക്ക് കൂടുതൽ കാശ് കിട്ടും, ജനങ്ങൾ വലയുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ നിയമം നിങ്ങൾ നിയമം ഒന്ന് വർദ്ധിച്ച് നോക്കണം. നമ്മൾ കോടതിയിലൊക്കെ, ഞാനെപ്പോഴും കോടതിയിൽ പോകുന്ന ആളാണ്. 2 കേസുണ്ട്. സമൂഹത്തിന് വേണ്ടി എടുത്ത കേസാണ്, തീരദേശ ജനതയ്ക്ക് വേണ്ടി എടുത്ത കേസാണ്. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഓരോ കേസും വർദ്ധിപ്പിക്കും തോറും അതിൻ്റെ മെച്ചമാർക്കാണ് കോടതിക്കും കോടതിയിലെ ജീവനക്കാർക്കും അതുപോലെ തന്നെ മറ്റ് സർക്കാർ എക്സിക്യൂട്ടീവ് സംവിധാനങ്ങൾക്കുമാണ് അതിൻ്റെ മെച്ചം. ജനങ്ങൾക്ക് പിന്നെയും പ്രഷറാണ്. അപ്പോൾ ഈ ജനങ്ങളുടെ ഇങ്ങനെയുള്ള സൈലൻറ്റ് പ്രഷേഴ്സ്, അതുപോലെ തന്നെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കാലാവസ്ഥ ഭേദങ്ങൾ, പിന്നെ ചവിട്ടു നിൽക്കാനുള്ള ഇടം പോലും ഇതുപോലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സർക്കാരും സുപ്രീം കോടതിയൊക്കെ മരവിപ്പിച്ചിട്ട് ജനങ്ങളെ തിക്കി ഞെരുക്കി ശ്വാസം മുട്ടിക്കുന്നൊരവസ്ഥയാണ്. ഇവിടെ ദൈവത്തിന് മാത്രമേ സ്പേസ് ഉള്ളൂ. കർത്താവ് ഇടപെട്ടാൽ രാജ്യത്തിൻ്റെ മേലും സംസ്ഥാനത്തിൻ്റെ മേലും ദൈവം ഇടപെടാൻ വേണ്ടി കൈ ഉയർത്തി പ്രാർത്ഥിക്കുക. രാജ്യത്തിൻ്റെ മേലും സംസ്ഥാനത്തിൻ്റെ മേലും ജനങ്ങളുടെ സ്വസ്ഥവും സമാധാനവും സുരക്ഷിതവും സൗകര്യവും ഉറപ്പുവരുത്താൻ വേണ്ടി അതിശക്തമായ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതിശക്തമായ ശ്രുതികട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഹിഡൻ ട്രഷേഴ്സ്, ബൈബിളിലെ നിഗൂഢമായ നിധികൾ, ഈ നിധികളെ കുറിച്ച് പറയുമ്പോഴെല്ലാം സ്വർഗരാജ്യം ദൈവരാജ്യം എന്ന് പറയുന്നുണ്ടെങ്കിലും ബൈബിൾ ഉദ്ദേശിക്കുന്നത് ക്രിസ്തുവിനെ തന്നെയാണ്. നമ്മളിപ്പോൾ ഉടമ്പടിയിൽ 6 ആവശ്യങ്ങളാണ് വെച്ചേക്കണത് അല്ലേ? പക്ഷേ ഈ 6 ആവശ്യത്തേക്കാൾ വലിയൊരു ആവശ്യം എന്താണ്? ക്രിസ്തുവിനാൽ ടേക്കപ്പ് ചെയ്യപ്പെടുക എന്നുള്ളതാണ്. അച്ഛൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി സാക്ഷ്യം പറഞ്ഞത് 6 ആവശ്യം വെച്ചു, 13 കിട്ടിയെന്ന്. ഏതാണ്ട് നമ്മൾ ഷോടതി പറയണ പോലെ പറയണേ, 6 വെച്ചിട്ട് 13 കിട്ടിയെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 ഒരു നമ്പര് ഉടമ്പടി 6 കൽഭരണികളുടെ പ്രതീകമായിട്ട് വെച്ചിരിക്കുന്ന നമ്പരാണെങ്കിലും
കൊളോസ്യസ് 3:11 എന്താ പറയണത്? കൊളോസ്യസ് 3:11 ക്രിസ്തു എല്ലാമാണ്. ഒന്ന് പറഞ്ഞേ, ക്രിസ്തു എല്ലാമാണ്. ക്രിസ്തു എല്ലാവരിലുമാണ്. ക്രിസ്തു എല്ലാവരിലുമാണ്. ഇപ്പം ക്രിസ്തു ആരാണെന്ന് പറയണത്? നിൻ്റെ 6 ആവശ്യം മാത്രമല്ല, നിൻ്റെ 60 ആവശ്യവും ക്രിസ്തുവാണ്. ഇപ്പം നിങ്ങൾ 6 ആവശ്യം വെച്ചിട്ട് പോകുമ്പോൾ നിങ്ങൾ പറയും, അച്ഛാ 6-ൽ 3 നടന്ന്, പക്ഷെ 3 നടന്നത് ഉടമ്പടി ഇല്ലാത്തതാണെന്ന് പറയും. കണത്തിന് വരുമ്പോൾ പറയണതാണ്. 6 3 നടന്ന് വേറെ 3 നടന്നത് എന്താണ്? ഉടമ്പടിയിൽ വെക്കാത്തതാണെന്ന് പറയും. അതെന്താ സംഭവം? ഉടമ്പടിയിൽ വെക്കാത്തതാണെങ്കിലും നീ ഉടമ്പടി വഴി ആര് പറയുന്ന വചനമാണ് ഏറ്റെടുക്കുന്നത്? അവൻ പറയുന്ന വചനങ്ങൾ അല്ലേ? അപ്പോഴേ ഉടമ്പടിയിൽ യോഹന്നാൻ 2:5 നീ ഉടമ്പടിയിൽ ആര് പറയുന്ന വചനമാണ് നടപ്പിലാക്കുന്നത്? അവൻ പറയുന്ന വചനങ്ങൾ. ആര് പറയുന്ന വചനങ്ങൾ? ഈശോ പറയുന്ന വചനങ്ങൾ, ക്രിസ്തു പറയുന്ന വചനങ്ങൾ. ക്രിസ്തു എന്ന് പറയണത് നിൻ്റെ ഈ 6 നിയോഗം മാത്രമാണോ? ആണോ? അല്ല. അതാണ് കൊളോസ്യസ് 3:11 പറയണത്. എന്താണ്? ക്രിസ്തു എല്ലാമാണ്. ഒന്ന് പറഞ്ഞേ, ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. എല്ലാവരിലുമാണ്. കാര്യം എല്ലാവരും ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ, ക്രിസ്ത്യൻസ് മാത്രമല്ല, അക്രൈസ്തവരായ സഹോദരങ്ങൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ബൈബിളൊരു അടിസ്ഥാനത്തിലാണ് എന്താ പറയണത്? എല്ലാവരിലുമാണെന്ന്, ക്രിസ്ത്യാനികൾ മാത്രമല്ലെന്ന്. അവരെ മറന്നു പോകരുത്. കൊളോസ്യസ് 3:11 ഏറ്റു പറഞ്ഞേ, കൊളോസ്യസ് 3:11 ക്രിസ്തു എല്ലാമാണ്, ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്, എല്ലാവരിലുമാണ്. ക്രിസ്തു എല്ലാമാണ്, ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്, എല്ലാവരിലുമാണ്. അപ്പം അതുകൊണ്ട് സ്വാഭാവിക ക്രിസ്തു എല്ലാമായത് കാരണം, ക്രിസ്തു എല്ലാവരിലുമായത് കാരണം എന്താ സംഭവിക്കുന്നത്? നിൻ്റെ ഈ 6 കാര്യങ്ങൾ മാത്രമല്ല, ഉടമ്പടിക്കാലത്ത് വേറെ പല കാര്യങ്ങളും നടന്നു കാണാം. പക്ഷെ അത് നീ ഇവിടെ സാക്ഷ്യം പറയത്തില്ല. നീ പറയണം. അത് ഉടമ്പടി കാലത്ത് ഈ ഉടമ്പടി പട്ടികയിലുള്ള കാര്യം മാത്രം നീ എണ്ണിച്ചുട്ടപ്പം പോലെ വന്ന് പറയുന്നുള്ളൂ. അതിന് ഇടയ്ക്ക് നടന്നിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം ക്രിസ്തു എല്ലാമാണെന്നുള്ള അടിസ്ഥാനത്തിൽ ഈശോയുടെ വചനങ്ങൾ പാലിച്ച് നീ ജീവിച്ചപ്പോൾ കർത്താവ് നിനക്ക് തന്ന അനുഗ്രഹങ്ങളാണ്. പ്രാർത്ഥിക്കുക, കർത്താവേ. കൊളോസ്യസ് 3:11 പ്രാർത്ഥിക്കുന്നു, ക്രിസ്തു എല്ലാമാണ്. ഞാൻ ഉടമ്പടി വെച്ചപ്പോൾ ഉടമ്പടി വെച്ച ഒരു കാര്യവും നടക്കാതിരിക്കുകയും ഉടമ്പടിക്കുള്ള പുറത്തുള്ള കാര്യങ്ങള് നടക്കുകയും ചെയ്തപ്പോഴേ അത് ഈശോ തന്നെയാണ് എനിക്ക് ചെയ്തു തന്നതെന്ന് എനിക്കിപ്പോൾ വിവേചിച്ച് വചനം നൽകുന്നതിനെ ഓർത്ത് ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഈ വെളിപാടിന് ഞാൻ കൈ ഉയർത്തി അങ്ങേക്ക് നന്ദി പറയുന്നു, അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേ ആരാധിക്കുന്നു. സ്തുതിക്കട്ടെ. മത്തായി ശ്ലീഹയുടെ സുവിശേഷമാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരുന്നത്. 13-ാം അധ്യായത്തിൽ 44-ാം വാക്യങ്ങൾ എന്താണ്? സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിധിക്ക് തുല്യം. അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വെക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു. ക്രിസ്തുവിനെ സ്വന്തമാക്കാൻ എന്ത് ചെയ്യണമെന്നാണ് പറയണത്? കുറച്ച് കാര്യങ്ങൾ നമ്മൾ വിറ്റ് കളയണമെന്ന്. പിടിയാ. ക്രിസ്തുവിനെ സ്വന്തമാക്കാൻ സ്വർഗരാജ്യം എന്ന് പറയുന്നത് എന്താണ്? ദൈവരാജ്യം എന്ന് പറയുന്നത് എന്താണ്? ക്രിസ്തുവാണ്. ഇപ്പം ക്രിസ്തുവിനെ സ്വന്തമാക്കാൻ ക്രിസ്തുവിൻ്റെ ഗുണം എന്താണ്? ക്രിസ്തു എല്ലാമാണ്. ഈ 6 കാര്യം മാത്രമല്ല, ഉടമ്പടിയിലുള്ള 6 കാര്യം മാത്രമല്ല, ക്രിസ്തു എല്ലാമാണ്. നിനക്കാവശ്യമായ എല്ലാം, ഇഹത്തിലും പരത്തിലും ക്രിസ്തു എല്ലാമാണ്. ഈ ക്രിസ്തുവിനെ സ്വന്തമാക്കാൻ എന്ത് ചെയ്യണമെന്നാണ് പറയണത്? ഇപ്പോൾ ഈശോ തന്ന വചനമല്ലേ? ഇപ്പോൾ നമ്മൾ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് നൽകിയ വെളിപാട് വചനമാണ്. എന്താണത്? മത്തായി ശ്ലീഹ 13-ാം അധ്യായം 44-ാമത്തെ വാക്യം. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യമാണ്. അപ്പോൾ ഈസിയായിട്ട് എടുക്കാൻ പറ്റത്തില്ലെന്ന്. ഒളിച്ചു വെച്ചിരിക്കണത് ബോധപൂർവം ഒളിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈസിയായിട്ട് എടുക്കാൻ പറ്റത്തില്ല. വി ഹാവ് ടു പേ. നമ്മൾ അതിനു വേണ്ടി മുതൽ മുടക്കണം. പിടിയാ.
എന്തെങ്കിലും മുടക്കാതെ ഈസിയായിട്ട് കിട്ടത്തില്ല. എന്തെങ്കിലും മുടക്കാതെ, നമ്മുടെ കയ്യിൽ നിന്ന് മുതൽ മുടക്കില്ലാതെ ഈസിയായിട്ട് ക്രിസ്തുവിനെ കിട്ടത്തില്ല. ഉടമ്പടി മുതൽ മുടക്കേണ്ട ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്, എന്തൊക്കെ മുടക്കണമെന്ന് പറയുന്നുണ്ട്. ഇപ്പം എന്താ പറയണത്? അത് മറച്ചു വെക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു. തനിക്ക് ഉണ്ടായിരുന്ന സ്വന്തം കാര്യങ്ങളില്ലേ, അതൊക്കെ കുറേയൊക്കെ വിൽക്കേണ്ടി വരുമെന്ന്. കുറേ തനിക്കുള്ളതെല്ലാം എന്നാ, കുറേയൊക്കെ ഒന്നുമല്ല, എല്ലാം തനിക്കുള്ളതെല്ലാം വിറ്റ് എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുന്നു. ഇത് മത്തായി ശ്ലീഹായുടെ സുവിശേഷം 13:44 എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുന്നു. ഇപ്പൊ ക്രിസ്തുവിനെ വാങ്ങുന്നതിന് വേണ്ടി എന്താ ചെയ്യണത്? സ്വീകരിക്കുന്നതിന് വേണ്ടി എന്താ ചെയ്യണത്? തനിക്കുള്ളതെല്ലാം വിൽക്കുന്നു. എങ്ങനെയാണ്? മോന്തം കയറ്റി വിൽക്കുകയല്ല. ബൈബിൾ വളരെ രസമാണ്. സന്തോഷത്തോടെ പോയി, സന്തോഷത്തോടെയാണ് ചെയ്യണത്. ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന എല്ലാവരുടെയും, ഇപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് മത്തായി ശ്ലീഹായുടെ സുവിശേഷം 4:20 വാക്യമുണ്ട്. മത്തായി ശ്ലീഹ 4:20. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രദ്ധിക്കട്ടെ. വലിയ പ്രബോധനങ്ങൾ മത്തായി ശ്ലീഹ സുവിശേഷം 4:20 എന്താ പറയണത്? അപ്പോസ്തലന്മാർ യേശുവിനെ സ്വീകരിക്കുന്ന രീതി പറയുകയാണ്. വിശ്വാസികൾ ആരായാലും യേശുവിനെ സ്വീകരിക്കുന്ന രീതികളുണ്ട്. എന്താ പറയണത്? 4:20 ആദ്യത്തെ ശിഷ്യന്മാർ 19 വരുമ്പോൾ അവൻ ഗലീല തീരത്ത് നടക്കുമ്പോൾ പറഞ്ഞ് അവൻ ഗലീല തീരത്ത് നടക്കുമ്പോൾ കടലിൽ വലവീശിക്കൊണ്ടിരിക്കുന്ന തന്റെ ശിഷ്യന്മാരെ കണ്ടു. പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശമയോനെയും സഹോദരൻ അന്ത്രയോസിനെയും അവർ മീൻപിടുത്തക്കാരായിരുന്നു. ഇവര് ഈ രണ്ട് കക്ഷികളെ ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന രീതികളാണ്. ഇപ്പം നമ്മൾ 13:44 ഇങ്ങോട്ട് വരണത് അല്ലേ? ഏത് 13:44? മത്തായി ശ്ലീഹാ സുവിശേഷം. എന്താണ്? ക്രിസ്തുവിനെ കണ്ടെത്തി കഴിഞ്ഞാൽ സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിൽക്കുകയാണ്. ഈ അപ്പോസ്തലന്മാർ ചെയ്യണ കാര്യം അത് തന്നെ. എന്താ ചെയ്യണമെന്നറിയാമോ? 4:20 അതായത് 19 വരെ 4:19 അവൻ അവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. 4:20 എന്താ പറയണത്? തൽക്ഷണം അവർ വലകൾ ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു. അതാണ് 4:20. തൽക്ഷണം അവരെ എന്ത് ചെയ്യണം? വലകൾ ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു. ഈ ഭാഗം ഞാൻ വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നതേ, മനുഷ്യന്മാരെ ഒത്തിരിയേറെ വലകളിൽ പെട്ടിരിക്കുന്ന ഒരു കാലമാണിത് അല്ലേ? മത്സ്യത്തൊഴിലാളികൾ മാത്രമല്ല, അതവർ ജീവിതോപാധിയായിട്ടാണ്. നമുക്ക് ജീവനോപാധി അല്ലെങ്കിൽ പോലും പല വലകളിലാണ് നമ്മൾ പെട്ടിരിക്കുന്നത്. എന്തെല്ലാം തരം വലകളിലാണ് പെട്ടിരിക്കുന്നത്. ഇപ്പം ചില ആൾക്കാർക്ക് ഇവിടെ ചോദിക്കണേ, നിൻ്റെ സമാധാനം എപ്പോഴാണ് പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിൻ്റെ സമാധാനം എപ്പോഴാണ് പോണത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? എൻ്റെ പേഴ്സ് നഷ്ടപ്പെടുമ്പോൾ. അപ്പോൾ മിണ്ടത്തില്ല. പേഴ്സിൻ്റെ അകത്തൊന്നുമില്ല അച്ഛാ, അത് ട്രെയിനിൻ്റെ ടിക്കറ്റും പിന്നെ ആധാർ കാർഡുണ്ട്, അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റായിരിക്കണത്. പിന്നെ നിൻ്റെ കാശ് നഷ്ടപ്പെടുമ്പോൾ ഇല്ല അച്ഛാ, അതിൻ്റെ അകത്തൊരു 8,000 രൂപയേ ഉണ്ടായിരുന്നു, അതിനിപ്പോൾ കുഴപ്പമില്ല, പോയിന്നെ എടുക്കട്ടെ, അത് വേറെ ദൈവം എനിക്ക് തരും. പിന്നെ നിൻ്റെ മൊബൈൽ നഷ്ടപ്പെടുമ്പോൾ, മാതാവേ, മൊബൈൽ നഷ്ടപ്പെടുമ്പോൾ ആണ് സമാധാനം പോണത്. മനസ്സിലായില്ലേ? മൊബൈൽ നഷ്ടപ്പെടുമ്പോൾ, മൊബൈൽ എവിടെ വെച്ച് നഷ്ടപ്പെടുമ്പോൾ അടുത്ത ചോദ്യമാണ്. മൊബൈൽ എവിടെ വെച്ച് നഷ്ടപ്പെടുമ്പോഴാണ് ഇതിന് സമാധാനം പോണത്? വഴിയിൽ വെച്ച് കുഴപ്പമില്ല, അത് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞോളാം എന്ന് പറയും. വഴിയിൽ വെച്ച് മൊബൈൽ പോകുമ്പോൾ എനിക്ക് സമാധാനത്തിന് കുഴപ്പമൊന്നുമില്ല. എന്താണ്? ഞാനത് പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞോളാം. പിന്നെ എങ്ങനെയാണ്? വീട്ടിൽ വെച്ച്, മാതാവേ, അതവിടെ പ്രശ്നം. വീട്ടിൽ വെച്ച് മൊബൈൽ പോയാൽ എൻ്റെ സമാധാനം പോകും.
എന്താണ്? ഞാൻ പെട്ടിരിക്കുന്ന വലകളെക്കുറിച്ച് ഭാര്യയോ ഭർത്താവോ അറിയും. അതാണ് പ്രശ്നം. അതാണൊരു വലയെന്ന് പറയുന്നത്. പഴി വെച്ച് മൊബൈൽ പോയാൽ സമാധാനം പോണില്ല. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിട്ട് ഡ്യൂപ്ലിക്കേറ്റ് നമ്പർ എടുക്കും ഉടനെ. പക്ഷേ വീട്ടിൽ വെച്ച് നിൻ്റെ മൊബൈൽ പോയാൽ നിൻ്റെ സമാധാനം പോവുമോ? കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വീട്ടിൽ വെച്ച് നിൻ്റെ മൊബൈൽ പോയാൽ നിൻ്റെ സമാധാനം പോകുമോ? അപ്പോൾ ഒരു സമാധാനം മനസ്സിനുണ്ട്. എന്താണ്? വേറൊരു സമാധാനം. ഞാനത് ലോക്ക് ചെയ്തിരിക്കും. അതായത് ഞാനത് ലോക്ക് ചെയ്തിട്ടുണ്ട് പറയും. പണ്ടാരം ഇപ്പോൾ പരവേശം വന്നപ്പോൾ ലോക്കിൻ്റെ നമ്പരും മറന്നുപോയി. അപ്പോൾ നമുക്കൊരു സമാധാനം ഉണ്ടായിരുന്നു. കൈ പോയിട്ടുണ്ടെങ്കിൽ ലോക്കാണ്. ഭർത്താവ് എടുത്താലും നമ്മുടെ ചുറ്റിക്കളിയൊന്നും അറിയത്തില്ല. ഭാര്യ എടുത്താലും നമ്മുടെ ചുറ്റിക്കളിയൊന്നും അറിയത്തില്ല. വീട്ടുകാർ അപ്പനെടുത്താലും ചുറ്റിക്കളിയൊന്നും അറിയത്തില്ല. അപ്പോൾ ഇത് വലയപ്പെട്ടിരിക്കുകയാണ് നമ്മൾ. ഇതൊരു വലയാണ് ഈ സംഭവം. നമ്മുടെ സമാധാനവും നമ്മളുടെ പ്രാർത്ഥനാ ജീവിതവും നമ്മുടെ എല്ലാ ദൈവവുമായിട്ടൊരു ബന്ധങ്ങളെല്ലാം നമ്മളെ കളഞ്ഞ ഒരു വലയിൽ നമ്മളങ്ങനെ പെട്ടിരിക്കുകയാണ്. ഈ മൊബൈലാണ് നമുക്ക് പോയതപ്പോൾ വീട്ടിൽ പോയതാണ് നമുക്ക് ഇത്രയും പ്രയാസമായി പോയത്. വേറെ ഒരു പ്രശ്നവും നമുക്കില്ലായിരുന്നു. വീട്ടിൽ വന്ന് ഇപ്പോൾ നമുക്കൊരു സമാധാനമുണ്ട്. എന്താ സമാധാനം പറഞ്ഞിരിക്കണേ? ഉള്ള സമാധാനം എന്താ? വീട്ടിൽ പോയെങ്കിൽ ഞാനത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. പക്ഷേ ഇപ്പോൾ ഈ പരവേശം കയറിയപ്പോൾ എന്ത് പറ്റി? ലോക്ക് മറന്നുപോയി. അപ്പോൾ പിന്നെയും സമാധാനം പോയി. കർത്താവ് ഇതിനെ ലോകം തരുന്ന സമാധാനം എന്നാണ്. ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. യോഹന്നാൻ്റെ സുവിശേഷമില്ലേ 14-ാം അധ്യായത്തിൽ, ഞാൻ നിങ്ങൾക്ക് തരുന്ന സമാധാനം ലോകം തരുന്നത് പോലെ അല്ലെന്ന്. ലോകം തരുന്ന സമാധാനത്തെക്കുറിച്ച് കർത്താവിന് കൃത്യമായിട്ട് അറിയാം. അത് മണിക്കൂർ പോയിക്കൊണ്ടിരിക്കും. മൊബൈലിൽ പോയെന്ന് പറഞ്ഞപ്പോൾ തന്നെ കുറേ സമാധാനം പോയി. പിന്നെ ഒരു സമാധാനം കിട്ടി. അയ്യോ ലോക്കായല്ല എന്ന് ഓർത്തപ്പോൾ ഒരു സമാധാനം കിട്ടി. പക്ഷെ പിന്നെ ഓർത്ത് ലോക്കും മറന്നുപോയി എന്ന്. ലോക്കും മറന്നുപോയി. അപ്പോൾ വീട്ടിൽ വന്ന് നമ്മൾ എന്നിട്ട് പരതി കളിക്കുകയാണ്, വേർത്ത് പരതി കളിക്കുകയാണ്. മൊബൈൽ കിട്ടി, പക്ഷേ ലോക്ക് മറന്നുപോയി. അപ്പോൾ കൊച്ചിയർക്ക് നമ്മൾ ചോദിക്കണേ, എന്താണപ്പാ? എന്താണമ്മ? പടാ, നമ്മൾ പിള്ളേരെ പഠിച്ചിടും. എന്താ പിള്ളേർക്ക്? അല്ല, അത് നക്ഷത്ര വിസിട്ട് വേണേ, കുഴപ്പമില്ല. ആര്? കൊച്ചു പറയണം നമ്മൾ എടുക്കുക. ഈ മൊബൈൽ ലോക്ക് ചെയ്തിരിക്കണത് നക്ഷത്രവും ഇസഡും വെച്ചാണ് ചെയ്തിരിക്കണതെന്ന്. ആര്? അമ്മ മറന്നുപോയി, അപ്പം മറന്നുപോയി, പക്ഷെ കൊച്ചു ഓർത്തിരിക്കണം. ഇതാണ് ലോകം, നമ്മുടെ ലോകം. മറഞ്ഞിരിക്കുക ഒന്നും പറ്റത്തില്ല. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, മറഞ്ഞിരിക്കണ ഒന്നും വെളിവാകാതിരിക്കുക. കാര്യം നമ്മൾ മൊബൈൽ ലോക്ക് ചെയ്യുമ്പോൾ അവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മൊബൈൽ ലോക്ക് ചെയ്യുമ്പോൾ അവൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇതാണ് വലയെന്ന് പറയണത്, മൊത്തം വലയാണ്. ഇപ്പം 4:20 ഈശോ എന്താ പറയണത്? വലകൾ ഉപേക്ഷിക്കണം. ഈ ഉടമ്പടി ചെയ്തിരിക്കുന്ന ആൾക്കാരെ നമുക്കറിയാലോ. ഉടമ്പടിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഉടമ്പടിയുടെ ആദ്യ ഉടമ്പടി എനിക്ക് ഈശോ തരണ സമയത്ത് തന്നെ പറഞ്ഞത് എന്താണ്? റിപ്പൻ ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് അറ്റ് ഹാൻഡ്. ഈ സ്വർഗരാജ്യം, ക്രിസ്തു എന്ന് പറയുന്നത് റിപ്പൻറ്റൻസിൽ നിന്ന് വരണതാണ്. ഇപ്പം നമ്മൾ 1:15 മർക്കോസിൻ്റെ 1:15 ആയാലും ശരി, അനുതപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. അനുതപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. ഏതെങ്കിലും ചുറ്റിക്കളിലെ വലയിലെ പെട്ടിരിപ്പുണ്ടെങ്കിൽ ഉടമ്പടി എടുത്ത മക്കൾ ഇപ്പം നമ്മൾ അത് ഒരു തീരുമാനം എടുക്കണം. ഇതൊന്നും ക്രിസ്തുവിനുള്ളതല്ല. അതിൻ്റെ ചെയ്തികളോടുകൂടി പഴയ മനുഷ്യനെന്ന് പറയുന്നതിന്, പഴയ മനുഷ്യൻ 3:9 കൊളോസിയൻസ് 3:9-10, പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോടുകൂടെ ദൂരെ എറിയുക, പ്രാർത്ഥിക്കുക. കർത്താവേ, പഴയ മനുഷ്യനെ പല വലകളിലെ പെട്ടിരിക്കുന്ന പഴയ മനുഷ്യനെ അവന്റെ ചെയ്തികളോടുകൂടെ ദൂരെ എറിഞ്ഞ് നിഗൂഢമായ നിധിയായ യേശുവിനെ സ്വീകരിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ സാഹചര്യങ്ങളെ വിശുദ്ധീകരിക്കുന്ന പ്രിയമുള്ളവരെ, ക്രിസ്തുവിനെ സ്വീകരിക്കാൻ
ഈ ഒരു ഉടമ്പടി കാലത്ത് എന്തുമാത്രം നമ്മൾ എന്തെല്ലാം മേഖലകൾ ദൈവത്തിനായി കയ്യേൽപ്പിച്ച് കൊടുക്കണം എന്ന് സുവിശേഷത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുകയാണ്. അപ്പോൾ ഇത് നിനക്ക് രണ്ട് തരത്തിൽ ചെയ്യാം. അയ്യോ, ബുദ്ധിമുട്ടിയും വിഷമിച്ചൊക്കെ ചെയ്യാം. നീയിപ്പോൾ ഒരു ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ നിൻ്റെ ബുദ്ധിബോധമൊക്കെ മയക്കിക്കളയുകയും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ തടസ്സപ്പെടുകയും ചെയ്യുന്ന ഈ തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ കർത്താവ് പറയണത് നിനക്ക് ദുഃഖത്തോടെ അതിനെ ഉപേക്ഷിക്കാതിരിക്കാം. കാര്യം ഒരു യുവാവ് ദുഃഖത്തോടെ വിട്ടുപോകുന്നുണ്ട്. സമ്പത്തിൻ്റെ പേരിൽ ദുഃഖത്തോടെ വിട്ടുപോകും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റെന്നാണ് പറയണത്. ദൈവ തിരുസന്നിധി മനുഷ്യന് ദുഃഖത്തോടെയും ചെയ്യാം. അപ്പം നിൻ്റെ ഒരു പഴയ നമ്മളെ നാട്ടുകാർ പറയണ പോലെയുള്ള നിനക്ക് വലിയ ഗുണമൊന്നുമില്ല, എങ്കിലും ചുമ്മാ ഒരു രസത്തിനൊരു ബന്ധം കിടക്കുകയാണ്, എപ്പോഴായാലും നീ പണിമേടിക്കുന്ന കാര്യത്തിൽ ഉറപ്പാണ്. അല്ലെങ്കിൽ നിന്നെ സഹായിച്ചവരായിരിക്കും, ഏതെങ്കിലും വിധത്തിൽ സഹായിച്ച ആൾക്കാരില്ലേ, സഹായിച്ച ആൾക്കാർ നിന്നെ എപ്പോഴും സഹായിച്ചു കൊണ്ടേയിരിക്കും. പീഡിയ നിന്നെ ഏതെങ്കിലും വിധത്തിൽ സഹായിച്ച ആൾക്കാർ നിന്നെ വീണ്ടും ദൈവത്തിൽ നിന്നെ അകറ്റാൻ സഹായിച്ചു കൊണ്ടേയിരിക്കും. യു മസ്റ്റ് അപ്ഹോൾഡ് ദിസ് പോയിന്റ്. നിന്നെ ഏതെങ്കിലും വിധത്തിൽ ഭൗതികമായി സഹായിച്ചുള്ള വ്യക്തികളെ നിന്നെ പലപ്പോഴും ദൈവത്തിൽ നിന്ന് അകറ്റാൻ സഹായിച്ചു കൊണ്ടേയിരിക്കും. അതിന് ജനസ്വരം എന്ന് പറയും ബൈബിളിൽ. ജനസ്വരം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന NRIക്കാരാണ്. സൗദി രാജ്യങ്ങളൊക്കെ ജീവിക്കുന്നവരും അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ജീവിക്കുന്നവരും ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരും. ഒറ്റപ്പെട്ട് ജീവിക്കുന്നവർക്ക് പലപ്പോഴും പലരുടെയും സഹായം വേണം. വാച്ചർമാരുടെ പോലും സഹായം വേണം. ചില പാവപ്പെട്ടവർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു കത്ത് എഴുതണമെങ്കിൽ ശാരീരിക ബന്ധം പെടാതെ കത്തെഴുതി തരത്തുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും. അവർക്ക് അക്ഷരം അറിയാൻ പാടില്ല, അക്ഷരം അറിയാൻ പാടില്ലാത്ത ഒരാളാണ്. പക്ഷേ എന്തോ ഒരു ജോലിക്ക് വേണ്ടി പോയിരിക്കുകയാണ്, പക്ഷേ വീട്ടിലോട്ട് കത്തെഴുതണം. അപ്പോൾ ഇത് ഞാൻ കേൾക്കണ 96-ലെ കേസാണിത്. ഇപ്പോൾ കാലങ്ങളെല്ലാം മാറി, ആ ആൾക്കാരൊക്കെ ആ തലമുറയെ മരിച്ചുപോയി. പക്ഷെ ഞാൻ ഓർക്കും, ഒരാൾ ഒറ്റപ്പെട്ടു പോയാൽ എന്തെല്ലാം പണയം വെക്കേണ്ടി വരുമെന്ന്. ഇപ്പം ചില മുറികളിൽ നമ്മൾ ഒറ്റക്ക് താമസിക്കേണ്ടി വരും. നമ്മുടെ കൂടെ നമുക്ക് പൈസ ഇല്ല, നമുക്ക് 2000 രൂപയെ 4000 രൂപയെ സ്പെയർ ചെയ്യാനുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ ആണുങ്ങളും കയറി താമസിക്കും, അല്ലെങ്കിൽ പെണ്ണുങ്ങളും കൂടി താമസിക്കും, ഷെയർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഷെയർ ചെയ്യുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. ഞാനെങ്ങനെയാണ് അവിടെ ഉടമ്പടി തിരികെത്തിച്ച് പ്രാർത്ഥിക്കുന്നത്? അല്ലെങ്കിൽ ഞാൻ തന്നെ ഓർക്കും, ഞാനിവിടെ അപ്പുറത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചാൽ അവർ കേൾക്കത്തില്ലേ, അതുകൊണ്ട് പ്രാർത്ഥിക്കാതിരിക്കും. ഇപ്പം ചില എന്നോട് പറഞ്ഞിട്ടുള്ള വിഷയമാണ്. എന്താണ്? വീട്ടുകാരെ പേടിച്ചിട്ട് പ്രാർത്ഥിക്കാണ്ടിരിക്കും, വീട്ടുകാരെല്ലാം ഒഴിയാൻ വേണ്ടിയിരിക്കും. വീട്ടുകാരെ പേടിച്ചിട്ട് ഉടമ്പടി പ്രാർത്ഥന നടത്താതിരിക്കുന്ന വീടുകളുണ്ട്. വ്യക്തി ഉടമ്പടി എടുക്കും അവർ. ചെറുപ്പം അച്ഛൻ എന്നെ വിടണം, ഞാൻ ഭർത്താവ്. കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ട് അലക്സാണ്ടർ ചേനോട് ഒന്ന് പറഞ്ഞ്, അച്ഛാ ആ സ്ത്രീയെ എളുപ്പം വിടണം, അവർ കുഴുമൂര എവിടെയോ താമസിക്കുകയാണ്, ഭർത്താവിനോട് പറയാതെ വന്നിരിക്കുകയാണെന്ന്. ഭർത്താവിനോട് പറയാതെയാണ് നീ വന്നിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നീ ഉടമ്പടി പരസ്യമായിട്ട് ചെയ്യണം. എന്താ കാര്യം? നീ വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്. നീ ഭർത്താവിനെ നിന്നെ തല്ലുവോ കൊല്ലുവോ എന്നുള്ളതല്ല, നിന്നെ സംരക്ഷിക്കാൻ കഴിയുള്ള, മരണത്തിൽ നിന്ന് വരെ രക്ഷിക്കാൻ കഴിയുള്ള ക്രിസ്തുവിലാണ് നീ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ ആദ്യം കുറച്ച് വിഷമങ്ങൾ ഉണ്ടാകുന്ന നിന്റെ വിശ്വാസം നിനക്ക് പ്രഖ്യാപിക്കാൻ പറ്റുമോ? അവിടെ ക്രിസ്തുവിന് വില കൊടുക്കേണ്ടി വരും. അതിൻ്റെ അർത്ഥം നിങ്ങൾ ഈസിയായിട്ട് ഈശോനെ അടിച്ചു മാറ്റാമെന്ന് ആരും വിചാരിക്കരുത്. ഇറ്റ് ഈസ് കോസ്റ്റ്ലി. ഇഫ് യു ഫോളോ മീ, ഇഫ് യു വാണ്ട് ടു ഫോളോ മീ ടു ദി ഗാലോസ്. ഞാൻ പണ്ട് വായിച്ചൊരു പുസ്തകമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തൂക്കുമരം വരെ പോകേണ്ടി വരുമെന്ന് പറഞ്ഞാൽ അത് ഒരു രക്തസാക്ഷി എഴുതിയ പുസ്തകമാണ്. ഞാൻ അതിവിടെ സമർത്ഥിക്കാൻ നോക്കുകയില്ല. പക്ഷേ ചെറിയ
കാര്യങ്ങൾ കർത്താവിന് വേണ്ടി അത് നിങ്ങൾക്ക് കർത്താവ് പറയും, അത് നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനുള്ള സമയമായിരിക്കുമെന്ന്. അത് നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനുള്ള സമയമായിരിക്കും. കുടുംബത്തിലായാലും പുറത്തായാലും ക്രിസ്തുവിന് വേണ്ടി സഹിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനുള്ള സമയമായിരിക്കുമെന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, വിശ്വാസത്തിലെ ഇതുപോലെ സാക്ഷ്യം വഹിക്കാനുള്ള സമയം കിട്ടുമ്പോൾ ക്രിസ്തുവിനെ നേടാൻ വേണ്ടി എനിക്ക് സാക്ഷ്യം പ്രഖ്യാപിക്കുവാൻ, വിശ്വാസം പ്രഖ്യാപിക്കുവാൻ എനിക്ക് അഭിഷേകം നൽകണമേ, എനിക്ക് അഭിഷേകം നൽകണമേ. ശ്രുതികട്ടെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 21:13. എൻ്റെ നാമത്തെ പ്രതി രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുമ്പിൽ നിങ്ങൾ കൊണ്ടു ചെല്ലപ്പെടാം. നിങ്ങൾക്കിത് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും. ഇങ്ങനെ വിശ്വാസം പ്രഖ്യാപിക്കാനും പ്രാർത്ഥിക്കാനും അവിശ്വാസികളുടെ കൂടെ നമ്മൾ താമസിക്കുമ്പോൾ ഹോട്ടലുകൾ, ലോഡ്ജുകൾ, ഹോസ്റ്റലുകൾ, അവിടെയെല്ലാം നിനക്ക് ചിലപ്പോൾ തിരികെത്തിക്കാനോ ജവമാല ചെല്ലാൻ പോലും പറ്റത്തില്ല. കാര്യം മാതാവിൽ വിശ്വസിക്കാത്ത പാർട്ടിയായിരിക്കും റൂംമേറ്റ്, മാതാവിൽ വിശ്വസിക്കാത്ത ആളായിരിക്കും റൂംമേറ്റ്. ഇപ്പോൾ ജവമാല ചെല്ലുമ്പോൾ നിന്നെ അവർ മോശമായി സംസാരിച്ചുകൊണ്ടിരിക്കും, പിശാചിൻ്റെ വേഷം കെട്ടിക്കൊണ്ട്. അപ്പോൾ എന്താ പറയണത്? അങ്ങനെയുള്ള ഞെരുക്കങ്ങളിലൂടെ അത് നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനുള്ള സമയമായിരിക്കും. സാക്ഷ്യം എങ്ങനെ വഹിക്കണം? അയാളെ തോന്നിവാസം പറഞ്ഞു, ആ വ്യക്തിയെ തോന്നിവാസം പറഞ്ഞു, അല്ലെങ്കിൽ സങ്കടപ്പെട്ടു അല്ല, സന്തോഷത്തോടെ തനിക്കുള്ളതെല്ലാം വയ്ക്കുക. അതാണ് സന്തോഷം. ആ യുവ സന്തോഷത്തോടെ പോയി. 13:14-44 എന്താ വായിച്ചത്? മത്തായിയുടെ സുവിശേഷം. അവൻ സന്തോഷത്തോടെ പോയി. ക്രിസ്തുവിനെ കണ്ടെത്തുന്ന, ഡിഗ് ചെയ്യുന്ന സമയമാണ്. കുഴിച്ചെടുക്കുന്ന സമയം അത്ര നല്ല സമയമല്ല, കഷ്ടപ്പാടിൻ്റെ ഒരു സമയമാണ്. കർത്താവിനെ കുഴിച്ചെടുക്കുകയാണ്. അപ്പോൾ ക്രിസ്തുവിനെ നേടാൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മോള് പറഞ്ഞ പോലെ എനിക്ക് പിന്നീട് പുറത്ത് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല നാം. അപ്പം ഇങ്ങനെ പലപ്പോഴും പല വ്യക്തികളുടെ മുമ്പിൽ, പല കൂട്ടുകാരുടെ മുമ്പിൽ, ചിലപ്പോൾ ജീവിത പങ്കാളികളുടെ മുമ്പിൽ, റൂംമേറ്റ്സിൻ്റെ മുമ്പിൽ ചിലപ്പോൾ നിനക്ക് വിശ്വാസം പ്രഖ്യാപിക്കേണ്ട സമയമാകുമ്പോൾ നീ 13 ഓർക്കണം. 21:13 ലൂക്കാസ് വിശേഷം എന്താണ്? നിങ്ങൾക്കത് സാക്ഷ്യം വഹിക്കാനുള്ള സമയമാവും. പക്ഷേ കർത്താവിൻ്റെ വചനം എന്താ പറഞ്ഞത്? സാക്ഷ്യം നിനക്ക് ദുഃഖത്തോടെ വഹിക്കാം, സന്തോഷത്തോടെ വഹിക്കാം, അല്ലേ? നിധി കണ്ടെത്തിയ 13 നമ്മളത് 44. ഇത് ലൂക്കാസ് വിശേഷം 21:13 നിങ്ങൾക്കിത് സാക്ഷ്യം വഹിക്കാനുള്ള അവസരമായിരിക്കുമെന്ന് പറയണത്. വിശ്വാസം പരിങ്ങലിൽ ആയിരിക്കുന്ന സമയത്ത് അത് പ്രഖ്യാപിക്കേണ്ടി വരുന്ന സാഹചര്യം പ്രതികൂലമാണെങ്കിൽ, പക്ഷേ അപ്പോൾ അതിന് മറുപടി എന്താ പറയണത്? അത് നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനുള്ള സമയം. നിങ്ങൾ ചെയ്യണം, അത് സാക്ഷ്യം വഹിക്കാനുള്ള സമയമാണ്. എന്താണ് സംഭവിക്കുന്നത്? അവിടെ എന്താ സംഭവിക്കുന്നത്? സന്തോഷത്തോടെ ചെയ്യണം. എല്ലാവരുടെയും സന്തോഷമായിട്ടല്ല, അത് ദുഃഖമോ ദുരിതമോ സങ്കടമോ പെട്ടിട്ടല്ല, സന്തോഷത്തോടെയാണ് ചെയ്യേണ്ടത്. ക്രിസ്തുവിനെ ഡിഗ് ചെയ്തെടുക്കുകയാണ് നമ്മൾ. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നാണ് കർത്താവിനെ കുഴിച്ചെടുക്കണം. നമ്മൾ ദൈവരാജ്യം കുഴിച്ചെടുക്കണത് ജീവിത സാഹചര്യത്തിൽ നിന്നാണ്, മറന്നു പോകരുത്. 13 അതായത് മത്തായി ശ്ലീഹ 13:44 എന്താ പറയണത്? അവനവൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നാണ് നമ്മൾ ദൈവരാജ്യം കുഴിച്ചെടുക്കുന്നത്. അതിനകത്ത് കഷ്ടപ്പാടുണ്ട്. അതെന്ത് ചെയ്യണം? സന്തോഷത്തോട് ചെയ്യണം. സന്തോഷത്തോടെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവ് ഉണ്ടാകണം. പരിശുദ്ധാത്മാവില്ലാത്ത സന്തോഷത്തോടെ ചെയ്യാൻ പറ്റത്തില്ല. ആനന്ദമെന്ന് പറയണത് 2ാമത്തെ വരപ്രസാദമാണ് പരിശുദ്ധാത്മാവിൻ്റെ. ഗലാത്യൻസില്ലേ 5:19 നമ്മൾ വായിക്കത്തില്ലേ? ആത്മാവിൻ്റെ ഫലങ്ങൾ എന്ന് പറയുമ്പോൾ സ്നേഹം, ആനന്ദം. ആത്മാവിൻ്റെ ഫലങ്ങളാണ് സ്നേഹം, ആനന്ദം. ഇപ്പോൾ വിശുദ്ധ ലൂക്കാ മത്തായിയുടെ സുവിശേഷത്തിലെ നമ്മൾ 13:44 ക്രിസ്തുവിനെ നേടാൻ വേണ്ടി നിധി കണ്ടെത്തിക്കഴിഞ്ഞാൽ അത് ഗോപനം ചെയ്തിട്ട് പോയി തനിക്കുള്ളതെല്ലാം വിൽക്കണത്, കൊടുക്കണത് എന്താണ്?
സന്തോഷത്തോടെയാണ്. ഒരു വാട്സപ്പ് പ്രണയമാണെന്ന് വിചാരിച്ചോ, അത് നീ ഉപേക്ഷിക്കണത് അച്ഛൻ പറഞ്ഞിട്ടാണെന്ന് പറയരുത്. നീ സന്തോഷത്തോടെയാണ് ചെയ്യേണ്ടത്. അത് നീ ചെപ്പ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ നീ പെട്ടുമ്പോൾ ഞാൻ പണ്ട് 2 പ്രണയ ജോഡികളെ കൗൺസിലിങ്ങിന് വിളിച്ച്, ഒരാൾ കൗൺസിലിംഗ് എല്ലാം കഴിഞ്ഞ് അവർ എഴുതി ഒപ്പിട്ട്, 2 ജാതിയാണ്, RSSകാർ അവർ വെട്ടിക്കൊല്ലാൻ പോകണമെന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് അവരുടെ അമ്മയും മാതാവും, അത് ശരിയാ തെറ്റാണെന്ന് എനിക്കറിയത്തില്ല, അമ്മയും അപ്പനും വന്ന് പറഞ്ഞു ഞങ്ങൾ ആത്മഹത്യ ചോദിച്ചാൽ ഇവള് വേറെ ആളെ കല്യാണം കഴിക്കുകയാണ്, സ്നേഹിക്കാൻ പോവുകയാണ്, സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് അവർ ഞങ്ങളെ വെട്ടിക്കൊല്ലുമെന്ന് പറഞ്ഞു, ഇതിൽ നിന്ന് വിട്ടുപോയാലും. അങ്ങനെയൊക്കെയാണ് പെട്ടി പോയിരിക്കുന്ന സാധനം. അപ്പോൾ അതങ്ങനെ വന്ന് ഒരു കൗൺസിലിങ്ങൊക്കെ എഴുതി അവസാനം ഇവർ 2 പേരും ധാരണയിലായി. എന്താണ്, വെട്ടും കൊലയും സമൂഹം തമ്മിൽ ജാതി തമ്മിലുള്ള ജാതി തല്ലൊക്കെ നിർത്താൻ വേണ്ടി എൻ്റെ ഒരു അധ്യക്ഷതയിൽ ധാരണയായി എഴുതിയൊക്കെ ഒപ്പിട്ടിട്ട് പുറത്തിറങ്ങി. അപ്പോൾ അന്ന് ഞാനൊരു വണ്ടി ഷെഡിൽ താമസിക്കുകയാണ്. ആദ്യത്തെ അച്ഛനായതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് കിട്ടിയൊരു വണ്ടി ഷെഡാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ അതിന് ചവവണ്ടി ഇടുന്ന ഒരു ഷെഡാണ്. എൻ്റെ ആത്മകഥ എഴുതി വെച്ചിട്ടുണ്ടതെല്ലാം. അവിടെ ചവവണ്ടിയാണ് ഇട്ടിരുന്നത്. അപ്പോൾ ഞാൻ അവിടെ ചാർജ് എടുക്കാൻ ചെന്നപ്പോൾ വേറെ സ്ഥലമില്ലാഞ്ഞ കൊണ്ട് ചവവണ്ടി മാറ്റി ഇറമ്പത്തിട്ടേച്ചും ചവവണ്ടി അവിടെ കിടപ്പുണ്ട്. അതിൻ്റെ ഇറമ്പിൽ ഞാനകത്ത് ഷെഡിൽ ഒരു കട്ടിലൊക്കെ ഇട്ട് താമസിക്കണമെന്ന്. അപ്പോൾ അത് ആ കാലങ്ങളൊക്കെ എന്ന് വെച്ചാൽ കർത്താവിൻ്റെ കൂടെ ജീവിക്കണ കാലങ്ങളാണത്, കർത്താവിൻ്റെ കൂടെ. അപ്പോഴാണ് ഈ കേസ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ വണ്ടി ഷെഡിൻ്റെ വലിയ ഷെഡിൻ്റെ വലിയ ഇതാണ് ഈ തകരത്തിൻ്റെ വലിയ ഗേറ്റ് വാതിലാണ്. അല്ല, നമ്മുടെ വണ്ടി ഷെഡിൻ്റെ വാതിൽ കണ്ടിട്ടില്ലേ നിങ്ങൾ? അത് വലിച്ച് ഞാൻ അടച്ച് പൂട്ടിയിട്ടാണ് നിങ്ങൾ 2 പേരെയും കൂടി കൗൺസിൽ ചെയ്യണത്. കൗൺസിൽ ചെയ്ത് അവസാനം അത് ഒപ്പിട്ട് 2 പേരെയും പോയി ഞാൻ വണ്ടി ഷെഡ് തകരവാതൊക്കെ തുറന്ന് പുറത്ത് വിട്ട് കുറച്ച് കഴിഞ്ഞാൽ വലിയൊരു സ്വരം കേട്ടു. എന്താണ്, അവൾ മേടക്കുളത്തിൽ ചാടി ആത്മഹത്യ ചെയ്തു. ചാടി കുളത്തിലല്ലേ, കിണറ്റില്ലേ. പിന്നെ പിടിച്ചു മാറ്റി രക്ഷപ്പെടുത്തി എടുത്ത് ഒരു കണക്കിന്. ആ കഥ ഞാനിപ്പോൾ പറയണില്ല, കാര്യം നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ അത് ആവശ്യമില്ലാത്ത കഥകൾ വന്നു കഴിഞ്ഞാൽ അഭിഷേകത്തെ അത് ബാധിക്കും. അപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് തിരിച്ചു വരികയാണ്. ചില സമയത്ത് പറയുകയെ അയാൾ പറയട്ടെ എന്ന് പറയും. അതാണ് വലിയെന്ന് പറയണത്. പെട്ടുപോയി, അയാൾ പറയട്ടെ, അയാൾ എന്നെ ഉപേക്ഷിക്കണമെന്ന് പറയട്ടെ, അപ്പം ഞാൻ ഉപേക്ഷിക്കാം. അപ്പോൾ അയാളെന്ത് പറയും? അവൾ പറയട്ടെ എന്ന് പറയും. ഇതാണ് വലയെന്ന് പറയണത്. മനസ്സിലായില്ലേ? അന്ന് അവരങ്ങനെ പറഞ്ഞു എൻ്റെ അടുത്ത്. വലയെ പെട്ടുപോയതിനെ പിടിക്കാൻ ഭയങ്കര പാടാണ്. ഈ 2 പേരും എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് അറിയാമോ? ഞാൻ ഉപേക്ഷിക്കാച്ച അയാൾ പറയട്ടെന്ന് പറയും. അപ്പോൾ അയാളെന്താ പറയണത്? അവൾ പറയട്ടെന്ന് പറയും. ഏറ്റവും വലിയ വല എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഏറ്റവും വലിയ വലയെന്ന് പറയണത് ഈ കോണ്ടവും അതുപോലെയുള്ള കുറേ കോൺട്രാസെപ്ഷൻസൊക്കെ കുറേ വിധത്തിലുണ്ടല്ലോ, ഗുളികയൊക്കെ ഉള്ള കാരണം എങ്ങനെയെങ്കിലും വളച്ചിരിക്കുന്ന ആൾ ഒരാഴ്ചക്കുള്ളിൽ ഇവളെ ബന്ധപ്പെട്ടിരിക്കും. നമ്മുടെ പെണ്ണുങ്ങൾ പലപ്പോഴും പൊട്ടികളാണെന്നുള്ള കാര്യം സത്യമാണ്. ഈ കാണുന്ന കാഴ്ചയുള്ളൂ. ഒരാളെന്ന് കണ്ണും കൈയും കാണിച്ച് 2 ഷെയ്ക്കാരൊക്കെ പറഞ്ഞ് ഒരു ബർത്ത്ഡേക്ക് ഒരു കേക്ക് കൊണ്ടുവന്നിട്ട് വായിലൂടെ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവളെ പെടുത്തി കളയും. കാര്യം ഇവളെന്ന് പറയുന്നത് ഈ മുഴുവൻ പഠിത്തവും കാര്യമൊക്കെ ജീവിച്ച് അതായത് പെട്ടെന്നിങ്ങനെ വികാരവും സ്നേഹവേദാണ് വികാരവേദാന്ന് അറിയാൻ പാടില്ല. തമ്മിൽ ഒരുമിച്ച് വർക്ക് ചെയ്ത് അവസാനം ഇത് പെട്ടുപോയി കഴിഞ്ഞാൽ എന്നാ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ വിഷയത്തിലോട്ട് അധികം കിടക്കണില്ല. പെൺകുട്ടികളെ സൂക്ഷിക്കണം. ഈ സ്നേഹത്തിൻ്റെ പേരിൽ പണ്ടൊക്കെ ഇങ്ങനെ ഒരു ബന്ധത്തിൽ ചെന്ന് കഴിഞ്ഞാൽ 5 കൊല്ലമൊക്കെ കഴിഞ്ഞാൽ മാത്രമേ ഇതുപോലെ ശാരീരിക ബന്ധം വരുന്നുള്ളൂ. ഇന്ന് പല അമ്മമാർക്കും അപ്പന്മാർക്കും തൻ്റെ മകളെ തിരിച്ചു കിട്ടാത്തതിൻ്റെ കാര്യം അവൾ ശാരീരികമായി ബന്ധപ്പെട്ടിട്ടാണ്. ഞാൻ 21 ലക്ഷം മനുഷ്യരെ കൗൺസിൽ ചെയ്ത ഒരു കൗൺസിലറാണ് പറയണമെന്ന് മനസ്സിലാക്കിയാൽ മതി. 1 ലക്ഷമല്ല, 21 ലക്ഷം. നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ? 86-ലെ കാര്യമാണ് ഈ പറയണത്. 86-ൽ ഞാൻ കൗൺസിൽ ചെയ്ത ഒരാളിൻ്റെ കാര്യമാണ് ഈ പറയണത്. 87 വർഷമായി. 86 പോയിട്ട് 14 ഇപ്പോഴ് 20, 14, 34 കൊല്ലം മുമ്പുള്ള കാര്യമാണ് പറയണത്. ഇപ്പോൾ 34 കൊല്ലം തൊട്ട് ഇവിടം വരെ 21 ലക്ഷമാണ് മനുഷ്യരെ കൗൺസിൽ ചെയ്തിരിക്കണം. ഒരു ദിവസം 24, ഇപ്പോഴും അങ്ങനെയാണല്ല, ഒരു ദിവസം 150 പേരെ എടുക്കുന്നുണ്ട്. കൃപാസനത്തിലാണെങ്കിൽ ഇപ്പോഴും ഒരു ദിവസം 150 പേരെ എടുക്കുന്നുണ്ട്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ ക്രിസ്തുവിനെ നേടാൻ വേണ്ടി ഇനി നാളെ ഇപ്പം ശാരീരികമായി നിങ്ങൾ ബന്ധപ്പെട്ടെന്ന് വിചാരിച്ചോ, ബലാത്സംഗമോ അല്ലെങ്കിൽ നിങ്ങൾ സമ്മതിച്ചോ എങ്കിലും നിങ്ങൾ എവിടെയെങ്കിലും അകപ്പെട്ടെന്ന് വിചാരിച്ചോ, പക്ഷേ അതൊരിക്കലും ഒരു ബാധ്യതയല്ല.
ക്രിസ്തുവിൻ്റെ മുമ്പിൽ നീ നിൻ്റെ ജീവിത പങ്കാളിയൊന്നുമല്ല, കൗമാര പങ്കാളി അല്ലെങ്കിൽ യൗവന പങ്കാളിയായിട്ട് സൈഡ് വർക്കായിട്ട് വന്നിരിക്കുന്ന ആളുമായിട്ട് പാപകരമായ റിലേഷൻസ് വന്നു. അപ്പോഴും നീ ചിന്തിക്കണത് എന്താണ്? ഓ, ഇനി പിരിഞ്ഞ് അവനെ വഞ്ചിക്കുകയല്ലേ. അവനെ വഞ്ചിക്കണമല്ല പ്രശ്നം. ഇവള് പറഞ്ഞത് അതല്ല. ഇവള് പറയണത് ഞാനൊരാളെ കെട്ടാൻ പോവുകയാണെങ്കിൽ അവനെ വഞ്ചിക്കുകയല്ലേ, പെട്ടില്ലേ, അതാണ് വല. ഇവള് പറയണത് എന്താണ്, അല്ലെങ്കിൽ അവൻ പറയണത് എന്താണ്? ഞാൻ വേറെ ഒരാളെ കെട്ടാൻ പോകണമെങ്കിൽ ഞാൻ ഇന്നയാളുമായിട്ട് ശാരീരികമായിട്ട് ബന്ധപ്പെട്ടല്ലോ, അപ്പോൾ ഇനി ഞാൻ വേറെ ഒരാളെ കെട്ടുകയാണെങ്കിൽ അവനെ വഞ്ചിക്കുകയല്ലേ. അതാണ് വലയെന്ന് പറയുന്ന സാധനം. എന്ത് വലയായാലും ഉപേക്ഷിക്കണമെന്നാണ് 4:20 പറയണത്. ക്രിസ്തുവിനെ നേടാൻ വേണ്ടി വലകളെല്ലാം ഉപേക്ഷിക്കേണ്ടി വരും. കാര്യം അത് ബാധ്യതയല്ല, അതിൻ്റെ അറിവില്ലായ്മ കൊണ്ടോ അപ്പുറത്തെ വികാര വിക്ഷോഭം കൊണ്ടോ ഉണ്ടായിട്ടുള്ള ഒരു പാപകരമായ ഇടപെടലാണ്. അതൊന്നും നിൻ്റെ വിശ്വാസത്തിനേക്കാൾ വലുതല്ല. നാളെ ആ ബന്ധത്തിൻ്റെ പേരിൽ നിൻ്റെ വിശ്വാസം നഷ്ടപ്പെടുകയാണെങ്കിൽ ആരെ നീ സ്വീകരിക്കേണ്ടത്? ആ ബന്ധത്തിൻ്റെ പേരിൽ, ആ വ്യക്തിയുമായിട്ട് ജീവിക്കേണ്ടതിൻ്റെ പേരിൽ നിൻ്റെ വിശ്വാസം നഷ്ടപ്പെടുകയാണോ? നിൻ്റെ മക്കളുടെ വിശ്വാസം നഷ്ടപ്പെടുകയാണ്. നിൻ്റെ കുഞ്ഞുങ്ങളെ ന്യാസാനപ്പെടുത്താൻ പറ്റണില്ല, നിൻ്റെ കുഞ്ഞുങ്ങളെ വിശ്വാസത്തിൽ വളർത്താൻ പറ്റണില്ല. അങ്ങനെയാണെങ്കിൽ ആരെയൊക്കെ നീ വഞ്ചിക്കണത്? ബേസിക്കായിട്ട് ക്രിസ്തുവിനെ.